നമ്മൾ കുറവുള്ളവരാണ്, നാം കുറ്റങ്ങൾ ഉള്ളവരാണ്, നാം പൂർണ്ണതയുള്ളവരല്ല. ദൈവസേനയിൽ നമ്മെ തന്നെ ഒന്ന് സമർപ്പിച്ച് ഏറ്റുപറഞ്ഞുകൊണ്ട് കടന്നു വരാം. അവൻ്റെ പുത്രനായ യേശുവിൻ്റെ രക്തം നമ്മുടെ സകല പാപങ്ങളെയും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇന്ന് രാവിലെ കർത്താവിൻ്റെ സന്നിധിയോട് നമ്മൾ അടുത്തു വരുമ്പോൾ കർത്താവിൻ്റെ സാന്നിധ്യം നമ്മുടെ മധ്യത്തിലുണ്ട്. ആ സാന്നിധ്യത്തിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും നമ്മുടെ ജീവിതത്തിൽ പ്രാപിക്കാൻ കർത്താവ് ഇടവരുത്തും. എന്നാൽ നാം അവൻ്റെ സന്നിധിയിൽ കൊടുക്കുവാനായി കടന്നു വന്നിരിക്കുകയാണ്. അധരഫലമെന്ന സ്തോത്രയാഗം അർപ്പിക്കുന്നവനെ മഹത്വപ്പെടുത്തും. കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. സ്തുതികളിന്മേൽ വസിക്കുന്ന കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. ഹല്ലേലൂയ. പ്രൈസ് യു ലോർഡ്, പ്രൈസ് യു ലോർഡ്, പ്രൈസ് യു ലോർഡ്, പ്രൈസ് യു ലോർഡ്. Thank you Lord, 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 thank you Lord. We praise you, 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 we praise you. Hallelujah, 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 hallelujah. Thank you Lord, we praise you, we praise you, we praise you, we praise you, we praise you. Hallelujah, 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 hallelujah. കർത്താവ് നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന സമാധാനത്തിനായി, രക്ഷയ്ക്കായി, സന്തോഷത്തിനായി, പ്രത്യാശയ്ക്കായി, ഉള്ളിൽ പകർന്നു വന്നിരിക്കുന്ന ആത്മാവിൻ്റെ ശക്തിക്കായി, ഈ ദിവസങ്ങൾ നാൾതോറും നമ്മെ കേൾപ്പിക്കുന്ന വചനത്തിനായി കർത്താവിനെ നമുക്ക് സ്തുതിക്കാം. അവൻ്റെ കരുണയിൽ, കർത്താവിൻ്റെ സന്നിധിയിൽ വീണ്ടും കടന്നു വരുവാൻ തക്കവണ്ണം അവൻ നമ്മെ അനുവദിച്ചല്ലോ. ഹല്ലേലൂയ. വചനത്തിൽ കാണുന്നത് പോലെ കൃപ പ്രാപിപ്പാൻ, കരുണ പ്രാപിപ്പാൻ, കൃപാസനത്തോട് ധൈര്യത്തോടെ അടുത്തു വരുവാൻ ഒരവസരം കൂടെ കർത്താവ് നമ്മുടെ ജീവിതത്തിൽ നൽകി തരുന്നല്ലോ. കർത്താവിനെ നമുക്ക് നന്ദിയുള്ള ഹൃദയമായി സ്തുതിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, എൻ്റെ സർവ്വാന്തരംഗവുമേ അവൻ്റെ വിശുദ്ധ നാമത്തെ വാഴ്ത്തുക. എൻ മനമേ യഹോവയെ വാഴ്ത്തുക, അവൻ്റെ ഉപകാരങ്ങൾ ഒന്നും മറക്കരുത്, ഒന്നും മറക്കരുത്. ഹല്ലേലൂയ. പ്രൈസ് യു ലോർഡ്, 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 പ്രൈസ് യു ലോർഡ്. സ്തുതിക്കുന്നു കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു, അങ്ങേ സ്തുതിക്കുന്നു. ഹല്ലേലൂയ. താങ്ക് യു ലോർഡ്, 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 താങ്ക് യു ലോർഡ്. രാവിലെ ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. ഇന്നത്തെ ആരാധനയുടെ അനുഗ്രഹത്തിന് തടസ്സമായി നമ്മുടെ ജീവിതത്തിൽ കുറവുകളുണ്ടാകരുത്. കർത്താവിൻ്റെ നാമത്തെ നമുക്ക് വാഴ്ത്തുവാൻ കഴിയണം. നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ആത്മാവിൻ്റെ ശക്തിയാൽ അവനെ സ്തുതിപ്പാൻ നമുക്ക് കഴിയട്ടെ. ഹല്ലേലൂയ. അഭിഷേകത്തിൻ്റെ ശക്തിയാൽ നിറഞ്ഞവർ അപ്രകാരം ദൈവത്തെ സ്തുതിക്കട്ടെ. സ്വന്തം ഭാഷകളിൽ ദൈവത്തെ ആരാധിപ്പാൻ താല്പര്യമുള്ളവർ അപ്രകാരം സ്തുതിക്കട്ടെ. എങ്ങനെ ഇരുന്നാലും ദൈവത്തിന് മഹത്വം കരയറ്റാതെ നാം മടങ്ങിപ്പോകരുത്. ഹല്ലേലൂയ. രാവിലെ ദൈവത്തിന്റെ വലിയ മഹത്വം ഇവിടെ ഇറങ്ങി വരുവാൻ തക്കവണ്ണം നമ്മെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. പ്രൈസ് യു ലോർഡ്, പ്രൈസ് യു ലോർഡ്, പ്രൈസ് യു ലോർഡ്. ഒറ്റ ഉദ്ദേശം മാത്രമേ നമുക്ക് ഇന്ന് രാവിലെ ഉള്ളല്ലോ. കോർപ്പറേറ്റായി ദൈവസന്നിധി നാം കടന്നു വന്നിരിക്കുമ്പോൾ ദൈവനാമത്തിന്റെ മഹത്വത്തിനായി ഇവിടുത്തെ എല്ലാ ശുശ്രൂഷകളും ആയിത്തീരേണ്ടതിന് നമ്മെ തന്നെ സമർപ്പിക്കാം. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആദ്യം മുതൽ അവസാനം വരെ ദൈവത്തിന്റെ ആത്മാവിന്റെ നിയന്ത്രണത്തിൽ സകല ശുശ്രൂഷകളുമായി തീരേണ്ടതിന് നമ്മെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ശുശ്രൂഷിപ്പാൻ കർത്താവ് ദാസന്മാരെ കർത്താവ് ബലപ്പെടുത്തട്ടെ. കർത്താവിന്റെ ദാസനിലൂടെ നമ്മുടെ ഹൃദയമായി സംസാരിക്കട്ടെ. കടന്നു വരുവാൻ ആഗ്രഹിക്കുന്ന പ്രിയപ്പെട്ടവരെ കർത്താവ് തക്ക സമയത്ത് കൂട്ടിവരുത്തട്ടെ. ശാരീരിക ക്ഷീണത്തിലും മറ്റ് പ്രയാസത്തിലുമായിരിക്കുന്ന നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ട്, അവരെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. കർത്താവരെയും ആശ്വസിപ്പിക്കുകയും വിടുവിക്കുകയും ചെയ്യേണ്ടതിനു വേണ്ടി പ്രാർത്ഥിക്കാം. ജോലിയിലായിരിക്കും നമ്മുടെ പ്രിയപ്പെട്ടവരുണ്ടെങ്കിൽ അവരെ കർത്താവ് സഹായിക്കുന്നതിനു വേണ്ടി പ്രാർത്ഥിക്കാം. നമ്മളെല്ലായ്പ്പോഴും ഓർക്കുന്നത് പോലെ നാം ഇവിടെ സ്വാതന്ത്ര്യത്തോട് കർത്താവിനെ ആരാധിക്കുമ്പോൾ, കർത്താവിൻ്റെ നാമത്തെ ഉയർത്തുമ്പോൾ, വചനം ശ്രവിക്കുമ്പോൾ, സ്വാതന്ത്ര്യത്തോട് കർത്താവിൻ്റെ സന്നിധിയിൽ ഒരുമിച്ച് കൂടി വരുമ്പോൾ ഈ സ്വാതന്ത്ര്യം ഒന്നുമില്ലാത്ത അനേക പ്രിയപ്പെട്ടവർ ജയിലിലും ഭവനത്തിന് തടങ്കലിലും ആയിരിക്കുന്നു. ഭക്ഷികളുടെ രാജ്യങ്ങളെ നമുക്ക് ഓർക്കാം. രാവിലെ നമുക്ക് പ്രാപിച്ച ഈ സ്വാതന്ത്ര്യം, ഹല്ലേലൂയ, കർത്താവിന്റെ വനത്തിൽ കാണുന്നത് പോലെ മുഴു ശക്തിയും മുഴു ബലവും മുഴു ആരോഗ്യവും, ഹല്ലേലൂയ, മുഴു സ്നേഹവും മുഴു ഹൃദയവും ദൈവസന്നിധിയിൽ അർപ്പിച്ച് അവരുടെ നാമത്തെ ഉയർത്തുവാൻ നമുക്ക് കഴിയണം. ഹല്ലേലൂയ. അതാണ് അവൻ്റെ സന്നിധിയിൽ നീതിയുള്ള ആരാധന. ഹല്ലേലൂയ. വചനത്തിൽ കാണുന്നത് പോലെ കർത്താവിൻ്റെ സന്നിധി നമ്മുടെ ശരീരങ്ങളെ
ജീവനും വിശുദ്ധിയുള്ള ആരാധനയായി സമർപ്പിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്ക് നമ്മെ തന്നെ സമർപ്പിച്ച് ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ സഹോദരന്മാർ നടുവിൽ നിന്ന് ഒരാൾക്കും സഹോദരന്മാർ നടുവിൽ നിന്ന് ഒരാൾക്കും ശബ്ദമുയർത്തി ആരാധന യോഗത്തെ മാത്രം വഹിച്ചുകൊണ്ട് പ്രാർത്ഥിക്കാമല്ലോ. യെസ് ലോർഡ്. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം. Praise you Lord. 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 സ്തോത്രം. Praise you Lord. Yes Lord. Hallelujah. Yes. സ്തോത്രം. Yes. സ്തോത്രം, 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 സ്തോത്രം. സ്തോത്രം, 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 സ്തോത്രം. Praise you Lord. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. Yes, yes Lord. Hallelujah. സ്തോത്രം, സ്തോത്രം. Yes Lord. Hallelujah. Amen. Amen. സ്തോത്രം, 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 സ്തോത്രം. Praise you Lord. Praise you Lord. Yes. Praise you Lord. സ്തോത്രം. Thank you Lord. സ്തോത്രം. Praise you Lord. Amen. Amen. പാപത്തിൽ നിന്നുമെന്നെ കോരിയെടുപ്പാനായി ശാപ ശിക്ഷകളേറ്റ ദേവാത്മജ മഹാശാപ ശിക്ഷകളേറ്റ ദേവാത്മജ താതൻ സന്നി പക്ഷവാദം ചെയ്യുന്ന മമ ജീവനാഥ പക്ഷവാദം ചെയ്യും ഹല്ലേലൂയ നാഥ കുറ്റം കൂടാതെ എന്നെ തേജസ് ഹല്ലേലൂയ മുറ്റും നീറുത്താൻ കഴിവുള്ളവനെ എന്നെ മുറ്റും നീറുത്താൻ കഴിവുള്ളവനെ മന്നീടത്തിൽ അടിയൻ ജീവിക്കും നാളെന്നും വന്ദേനം ചെയ്യും
ഹല്ലേലൂയ. ഓ എന്നോടുള്ള നിൻ സർവ നന്മകൾക്കായി ഞാൻ എന്തു ചെയ്യേ. ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നീന് യേശു പരായി. ഇപ്പോൾ എന്തു ചെയ്യേണ്ടു നീന് യേശു പരായി. ഇപ്പോൾ എന്തു. ഹല്ലേലൂയ. We praise you, Lord. പ്രിയമുള്ളവരെ, ഹൃദയത്തിൽ നിന്ന് കർത്താവിനോട് അവൻ്റെ സന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ, കർത്താവേ, ഞങ്ങളോട് ചെയ്ത ഉപകാരങ്ങൾക്ക് എന്തു പകരം ചെയ്യും? എന്തു പകരം ചെയ്താൽ പറ്റും? സങ്കീർത്തനക്കാരനായ മറുപടി പറയുന്നത്, ഞാൻ രക്ഷയുടെ പാനപാത്രം എടുത്ത് യഹോവയുടെ നാമത്തെ വിളിച്ചപേക്ഷിക്കും. ഹല്ലേലൂയ. രാവിലെയും ദൈവസന്നിധി നാം കടന്നു വന്നിരിക്കുന്നത് അതിനുവേണ്ടി മാത്രമാണ്. രാവിലെ മറ്റ് യാതൊരു ചടങ്ങുകൾക്കുമല്ല ഇവിടെ പ്രാധാന്യം. ദൈവത്തിന് കൊടുക്കുക, ദൈവത്തിന് കൊടുക്കുക. Give unto the Lord. അവന് കൊടുക്കുക. ഹല്ലേലൂയ. 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 പരിശുദ്ധനായ കർത്താവേ, ഈ ആഴ്ചയുടെ ഒന്നാം ദിവസം കാണുവാൻ അങ്ങ് ഞങ്ങളെ അനുവദിച്ചനായ സ്തോത്രം. ഈ വർഷത്തിൻ്റെ ഓരോ ദിവസങ്ങളും കർത്താവ് ഞങ്ങളെ കാക്കുന്നല്ലോ. കർത്താവേ, ഞങ്ങളുടെ ഉദ്ദേശം ഇപ്പോഴും ഞങ്ങളുടെ മേലുള്ളത് കൊണ്ട്, ഈ പൂപ്പരപ്പിൽ ഞങ്ങളെ വെച്ചിരിക്കൊണ്ട് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. രാവിലെ ഞങ്ങളുടെ നാമത്തെ ഉയർത്തുവാൻ ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണമേ. കർത്താവേ, സഭയായ ഞങ്ങളുടെ പാദപീഠത്തിൽ ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ശുശ്രൂഷകളെ ദൈവസന്നിധിയിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സഭാവുള്ളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ ഏൽപ്പിക്കുന്നു. ഞങ്ങളുടെ ദാസന്മാരെ ഏൽപ്പിക്കുന്നു. സൂം ലൈനിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. ഞങ്ങളുടെ ദാസന്മാർക്കായി സ്തോത്രം. ഒരുമിച്ച് ഞങ്ങൾ ആത്മാവിൻ്റെ ഐക്യതയിൽ അങ്ങയുടെ നാമത്തെ ഉയർത്തുവാൻ രാവിലെ ഞങ്ങളെ സഹായിക്കേണ്ടതിന് ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ ഓരോരുത്തരെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങളുടെ സന്നിധിയിൽ ഞങ്ങൾ കടന്നു വരുമ്പോൾ ഞങ്ങൾ കർത്താവേ, ഹല്ലേലൂയ, ഞങ്ങളെ തന്നെ ഞങ്ങളുടെ സന്നിധിയിൽ സമർപ്പിക്കുന്നു. മുഴു യാഗമായി ഞങ്ങളുടെ സന്നിധിയിൽ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. അങ്ങേക്ക് പ്രസാദമുള്ള യാഗമായി ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവിൻ്റെ സാന്നിധ്യം ഞങ്ങളുടെ മധ്യത്തിലുള്ളത് കൊണ്ട് ആ സാന്നിധ്യത്തിലുള്ള എല്ലാ അനുഗ്രഹങ്ങളും അനുഭവിപ്പാൻ ഇന്ന് രാവിലെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നു. കർത്താവ്, കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. കടന്നു വരുവാൻ കഴിയാതെ വണ്ണം വിവിധ സ്ഥലങ്ങളിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. എല്ലാവരെയും ഒരുമിച്ച് അനുഗ്രഹിക്കുമാറാകണമേ. ഞങ്ങൾ വീണ്ടും കർത്താവെ കഷ്ടത അനുഭവിക്കുന്ന, പീഡനത്തിലായിരിക്കുന്ന, സ്വാതന്ത്ര്യമില്ലാതെ കർത്താവെ സ്ഥലങ്ങളിലായിരിക്കുന്ന, ഭവനത്തിലായിരിക്കുന്ന, ജയിലിലായിരിക്കുന്ന ഞങ്ങളുടെ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം ചെയ്യുന്നു. അവരെ അങ്ങ് ഓർക്കുമാറാകണമേ. ഞങ്ങൾക്ക് ലഭിച്ച ഈ സ്വാതന്ത്ര്യം മുഴുബലത്തോടും മുഴുവാത്മാവിനോടും മുഴുശക്തിയോടും അങ്ങേ സ്തുതിപ്പാനും അങ്ങേ സ്നേഹിപ്പാനും ഞങ്ങളെ ബലപ്പെടുത്തുമാറാകണമേ. എല്ലാ ശുശ്രൂഷകളെയും കർത്താവിന്റെ സന്നിധിയിൽ പരമേൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അങ്ങ് ഞങ്ങളോട് ഹൃദ്യമായി സംസാരിപ്പാൻ പോകുന്നതിനായി സ്തോത്രം. അതിനായി ഞങ്ങളുടെ ദാസനെ അഭിഷേകത്തോടെ ഞങ്ങളുടെ മധ്യത്തിൽ ഉപയോഗിക്കുവാൻ പോകുന്നതിനായി സ്തോത്രം. ആദ്യോടൊന്നും അങ്ങയുടെ നാമത്തെ മഹത്വപ്പെടുത്തിക്കാട്ടെ. പ്രാർത്ഥന കേട്ടുണ്ട്. സ്തോത്രം യേശുവിന്റെ പരിശുദ്ധ നാമത്തിൽ തന്നെ. കരങ്ങൾ ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ടെ. ഒരിക്കൽ കൂടെ ശക്തിയോടെ കർത്താവിന്റെ നാമത്തെ ഉയർത്തിക്കാട്ടെ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. രാവിലെയും ദൈവസന്നിധിയിൽ സന്തോഷത്തോടും സമാധാനത്തോടും കടന്നു വരുവാൻ കർത്താവ് നമ്മെ സഹായിച്ചല്ലോ. കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും, ആരുടെയും പേരുകൾ ഞാൻ എടുത്തു പറയുന്നില്ല, എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു കർത്താവിന്റെ നാമത്തിലുള്ള വന്ദനത്തെ അറിയിക്കുന്നു. നമുക്ക് ഒരുമിച്ച് എഴുന്നേറ്റ് നിന്ന് ഒരു സങ്കീർത്തന ഭാഗം വായിച്ച് കർത്താവിന്റെ നാമത്തെ ഉയർത്തിയ ശേഷം പാട്ടുകൾ പാടി കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ. 29-ാം സങ്കീർത്തനം, സാം നമ്പർ 29, വാക്യപ്രതി വാക്യമായി വായിച്ച് കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ദൈവപുത്രന്മാരെ, യഹോവയ്ക്ക് കൊടുക്കുവിൻ, യഹോവയ്ക്ക് മഹത്വവും ശക്തിയും കൊടുക്കുവിൻ. യഹോവയുടെ ശബ്ദം വെള്ളത്തിന്മീതെ മുഴങ്ങുന്നു, പെരുവെള്ളത്തിന്മീതെ യഹോവ മഹത്വത്തിന്റെ ദൈവം തന്നെ ഇടിമുഴക്കുന്നു. യഹോവയുടെ ശബ്ദം ദേവദാരുക്കളെ തകർക്കുന്നു, യഹോവ ലെബാനോനിലെ ദേവദാരുക്കളെ തകർക്കുന്നു.
യഹോവയുടെ ശബ്ദം അഗ്നിജ്വാലകളെ ചിഹ്നിക്കുന്നു. യഹോവയുടെ ശബ്ദം മാൻപേടകളെ പ്രസവിക്കുമാറാക്കുന്നു. അത് വനങ്ങളെ തോലുരിക്കുന്നു. അവന്റെ മന്ദിരത്തിൽ സകലവും മഹത്വം എന്ന് ചൊല്ലുന്നു. അവസാനത്തെ വാക്യം നമുക്ക് ചേർന്ന് വായിക്കാം. യഹോവ തന്റെ ജനത്തിന് ശക്തി നൽകും. യഹോവ തന്റെ ജനത്തെ സമാധാനം നൽകി അനുഗ്രഹിക്കും. ഒന്നാമത്തെ വാക്യത്തിൽ ഇപ്രകാരമാണ് പറയുന്നത്: ദൈവപുത്രന്മാരെ യഹോവ കൊടുക്കുവിൻ. ഞാൻ മുമ്പേ പറഞ്ഞതുപോലെ നാം ഇവിടെ കടന്നു വന്നിരിക്കുന്ന ഒരു ഒറ്റ ഉദ്ദേശം, ദൈവത്തിന് കൊടുക്കുക, ദൈവത്തിന് കൊടുക്കുക. ഹല്ലേലൂയ. ആരുടെയും പ്രേരണ കൊണ്ടല്ല, ആരും ഇവിടെ നിന്ന് നിങ്ങളെ എൻകറേജ് ചെയ്യുന്നുണ്ടല്ല. ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകി തന്ന ഉപകാരങ്ങൾക്കായി, അവന്റെ വിശ്വസ്തതയ്ക്കായി, അവന്റെ കരുണയ്ക്കായി, അവന്റെ ക്ഷമയ്ക്കായി, അവന്റെ പ്രായശ്ചിത്ത മരണത്തിനായി, അവൻ നമ്മുടെ ഉള്ളിൽ പകർന്നു തന്നിരിക്കുന്ന നിത്യജീവനായി ഓർക്കുമ്പോൾ ദൈവത്തിന് കൊടുക്കാതിരിക്കാൻ കഴിയുകയില്ല. അത്തര ഫലം എന്ന സ്തോത്രയാഗം അർപ്പിക്കുന്നവൻ എന്നെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ. ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം, അവന്റെ നാമത്തെ നമുക്ക് ഉയർത്താം, അവനോട് ഹൃദ്യമായി നമുക്ക് സംസാരിക്കാം, അവനോട് നമുക്ക് പറയാം: കർത്താവേ, അങ്ങ് യോഗ്യൻ, അങ്ങ് യോഗ്യൻ, അങ്ങ് യോഗ്യൻ, അങ്ങ് യോഗ്യൻ. ഹല്ലേലൂയ. പാട്ടുകൾ പാടി കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. നിത്യമായി സ്നേഹിച്ചെന്നെ തിരുനീണത്താൽ വീണ്ടെടുത്തു, ഉയർത്തെന്നും ജീവിക്കുന്നു, മരണത്തെ ജയിച്ചവനേ, ഉയർത്തെന്നും ജീവിക്കുന്നു, മരണത്തെ ജയിച്ചവനേ.
സ്തോത്രഗീതം പാടുക നീ മനമേ, ജയം നൽകിടും നിശ്ചയമേ. സ്തോത്രഗീതം പാടുക നീ മനമേ, ജയം നൽകിടും നിശ്ചയമേ. താഴ്ചയിൽ എന്നെ ഓർത്തവനേ, വീഴ്ചയെന്നിയെ കാത്തവനേ. താഴ്ചയിൽ എന്നെ ഓർത്തവനേ, വീഴ്ചയെന്നിയെ
പ്രാപിച്ച ഓരോ ദൈവ പൈതലിനും പറയാനുള്ള സാക്ഷ്യം ഇത് മാത്രമാണ്: എന്നെ യേശു ജീവിക്കുന്നതിനായനാൽ ഞാനും എന്നേക്കും ജീവിക്കുക. ഇനി തന്നെ പിരിഞ്ഞൊരു ജീവിതമില്ലേ, എനിക്കെല്ലാം എൻ്റെ യേശുവത്രേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. നാം ജീവിക്കുന്നത് കർത്താവ് ജീവിക്കുന്നത് കൊണ്ടാണ്. നമ്മുടെ ഉള്ളിൽ പകർന്നിരിക്കുന്ന ആ നിത്യജീവൻ, ഹല്ലേലൂയ, നഷ്ടപ്പെടാത്ത, ലോകത്തിലുള്ളതെല്ലാം നഷ്ടപ്പെടുമ്പോൾ നഷ്ടപ്പെടാത്ത എന്നേക്കും നിലനിൽക്കുന്ന ജീവന്റെ ഉടമകളാണ് നാം. ഹല്ലേലൂയ. സന്തോഷത്തോടെ കർത്താവിനെ സ്തുതിക്കാം. എന്നെ യേശു ജീവിക്കുന്നതിനായതിനാൽ ഞാനും എന്നേക്കും ജീവിക്കുക. എന്നെ യേശു ജീവിക്കുന്നതിനാൽ ഞാനും എന്നേക്കും
സേവിക്കുന്ന ദൈവം മരിച്ചൊരു ദൈവമല്ല, മരിച്ചു മൺമറഞ്ഞൊരു ദൈവത്തെയല്ല നാം സേവിക്കുന്നത്. ഇന്നും ജീവനോടിരുന്ന് നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുന്ന ദൈവത്തെയാണ് നാം സേവിക്കുന്നത്. ഹല്ലേലൂയ! എന്നെ യേശു ജീവിക്കുന്നതായ ഞാനും ജീവിക്കുന്നു. ഹല്ലേലൂയ! ഹല്ലേലൂയ! യേശു കർത്താവ് ജീവിക്കുന്നു. ഹല്ലേലൂയ! ഹല്ലേലൂയ! കരങ്ങളെ ഉയർത്തി എല്ലാവരും ഒരുമിച്ച് കർത്താവിന്റെ മഹത്വം കൊണ്ട് കരേറ്റിക്കാട്ടെ. ഹല്ലേലൂയ! 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 പരിശുദ്ധ പിതാവേ, ഒരു പ്രാവശ്യം കൂടെ ദൈവസന്നിധിയിൽ കടന്നു വന്ന് മരണത്തിൽ നിന്ന്, നിത്യമരണത്തിൽ ഞങ്ങളെ വീണ്ടെടുത്ത് നിത്യജീവനിലേക്ക് കടത്തിയ അങ്ങേക്ക് നന്ദിയും ആരാധനയും സ്തുതിയും അർപ്പിപ്പാൻ ഒരവസരം തന്നതിനായി നന്ദിയോടെ സ്തോത്രം. അങ്ങ് എന്നേക്കും ജീവിക്കാൻ ഞങ്ങളും എന്നേക്കും ജീവിക്കുന്നുവല്ലോ കർത്താവേ. അപ്പാ, ഈ ജീവനിലേക്ക് ഞങ്ങളെ പ്രവേശിപ്പിച്ചതിനായി ജീവനുള്ളവരുടെ ദേശത്ത് ജീവനോടും സത്യത്തിലും ആത്മാവിലും ആരാധിപ്പാൻ ഒരവസരം കൂടെ തന്നതിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു കർത്താവേ. മനുഷ്യരും മൗനതയിൽ ഇറങ്ങിയത് ആരും അങ്ങയെ സ്തുതിക്കാതെ ഇരിക്കുമ്പോഴപ്പാ ഞങ്ങളെ ജീവനോട് പകൽക്കാലം കർത്താവേ ജീവനുള്ളവരായി അങ്ങയെ സ്തുതിപ്പാൻ, അങ്ങയെ ആരാധിപ്പാൻ പകൽക്കാലം കൃപ തന്നാട്ട് കർത്താവേ. അങ്ങയുടെ നാമം എല്ലാ രീതിയിലും മഹത്വം എടുത്താട്ടെ. അങ്ങയുടെ നാമത്തിന് മഹത്വത്തിനായി എല്ലാം അർപ്പിച്ചാട്ടെ. തുടർന്നുള്ള ശുശ്രൂഷ ദൈവസാന്നിധ്യം വ്യാപരിച്ചാട്ട് മഹത്വം എടുത്താട്ടെ. യേശുവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ഹല്ലേലൂയ! ദൈവനാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഈ രാവിലെ സമയം ദേവാലയത്തിലേക്ക് കടന്നു വന്ന എല്ലാ വാത്സല്യ പ്രിയപ്പെട്ടവർക്കും കർത്തദാസന്മാർക്കും ക്രിസ്തുയേശുവിന്റെ ധന്യനാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. സ്തോത്രം. നാം ജീവനുള്ള ദേശത്ത് ജീവനുള്ള ദേഹികളായി ഈ ആലയത്തിൽ വന്നതിൻ്റെ തെളിവ് നാം ഇവിടെ വന്നപ്പോഴാണ് മനസ്സിലായത് നമ്മൾ യേശു ജീവിക്കുന്നത്. ഹല്ലേലൂയ! യേശു കർത്താവ് ജീവിക്കുന്നുണ്ടാണ് നാമും ഇന്ന് പകൽക്കാലം ഇവിടെയാണ്. എത്ര അനുഗ്രഹിക്കപ്പെട്ട ഗീതമാ, പാട്ടാ പാടിയത്. ഈ പകൽ ആ ദൈവത്തെ ഒന്ന് സ്തുതിക്കുവാൻ, മഹത്വപ്പെടുത്തുവാൻ നമുക്ക് ലഭിച്ച ആയുസ്, ആരോഗ്യം, ഇതെല്ലാം ദൈവത്തിൻ്റെ ദാനമാകട്ടോ. പ്രൈസ് ദി ലോർഡ്. ഒരു പകൽ കൂടെ കർത്താവ് നമ്മെ ശേഷിപ്പിച്ചു. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ജീവിതത്തിൽ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ ദിവസം. ഇന്ന ദിവസം ഇതിനു മുമ്പ് ആരും കണ്ടിട്ടില്ല, പക്ഷെ ഇത് യഹോവ ഉണ്ടാക്കിയ ദിവസമാണ്. തൻ്റെ ഭക്തന്മാർക്ക് വേണ്ടി ദൈവം ഉണ്ടാക്കിയ ദിവസമാണ്. ഇന്ന പകൽ ദൈവം എനിക്ക് വേണ്ടി ഉണ്ടാക്കിയ ദിവസമാണെന്ന് പറഞ്ഞ് ഒരു വിടുതലിന് വേണ്ടി ആഗ്രഹിക്കാമോ? ദൈവം ചെയ്യും. പ്രൈസ് ദി ലോർഡ്. കർത്താവ് സഹായിക്കട്ടെ. കടന്നു വന്ന എല്ലാ വാത്സല്യ പ്രിയപ്പെട്ടവർക്കായും കർത്താവിന് സ്തോത്രം ചെയ്യുന്നു, സ്തുതിക്കുന്നു. പല പ്രിയപ്പെട്ടവർ ഇവിടെയുണ്ട്. എല്ലാവർക്കായും സ്തോത്രം. ദൈവദാസന്മാർക്കായി സ്തോത്രം. ഞാനിവിടെ ഇല്ലാത്ത സമയത്താണ് നമ്മുടെ പ്രിയ സഹോദരി സൂസിയുടെ മകളും പൈതലും ഇവിടെ ആയിരുന്നത്. കഴിഞ്ഞ ദിവസങ്ങൾ അവർ വെക്കേഷന് കടന്നു പോയി. ലിസ ആൻഡ് മോൾ ഇവിടെയുണ്ട്. ആ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. നമ്മോടുള്ള ഒന്നിച്ചുള്ള ആരാധന. അവർക്ക് വീണ്ടും ഇങ്ങോട്ട് മൂവ് ചെയ്തില്ല, തിരിച്ചു പോകും. എന്നാൽ ഉള്ള സമയങ്ങളിൽ ഒന്നിച്ചായിരിക്കാൻ ദൈവം അവകാശം ഒരുക്കുന്നവർക്ക് സ്തോത്രം. നമ്മുടെ പഴയ ഒരു വിശ്വാസി, ഒരു ദേവദാസൻ ഷെറിൻ ആൻഡ് ഫാമിലി വന്നിട്ടുണ്ട്. കർത്താവ് അവരെ സഹായിക്കട്ടെ. ഇപ്പോൾ ഇംഗ്ലീഷ് സർവീസ് ആയതുകൊണ്ട് അദ്ദേഹത്തിന് സമയം കൊടുക്കാൻ മലയാളം സർവീസ് ആയതുകൊണ്ട് സമയം കൊടുക്കാൻ പറ്റുന്നില്ല. എന്നാലും കൊടുക്കും. അതാണ് ചന്ദൻ ബ്രദറിന് ഒത്തിരി താല്പര്യമുള്ള വ്യക്തി ആയതുകൊണ്ടാകട്ടെ. പ്രൈസ് ദി ലോർഡ്. എല്ലാ പ്രിയപ്പെട്ടവർക്കായും കർത്താവിന് സ്തോത്രം. പിന്നെ പുറയിലും മുൻപിലൊക്കെ ആരൊക്കെ ഇരിപ്പുണ്ട്, പക്ഷേ ആ മാസ്ക് വെച്ചുകൊണ്ടിരിക്കുന്നത് ഐഡൻറ്റിഫൈ ചെയ്യാൻ കഴിയുന്നില്ല. നിങ്ങളെ പുതുതായിട്ട് ആരെങ്കിലും വന്ന ബ്ലെസ്സഡ് ആൻഡ് ഗ്ലോറി ആകട്ടോ. പ്രൈസ് ദി ലോർഡ്. ആഫ്റ്റർ എ ലോങ് ടൈം. താങ്ക് യു ഫോർ കമ്മിങ്. അവർക്ക് ജോലി കാര്യങ്ങളിൽ വീക്കെൻഡിലൊക്കെ വരാൻ പ്രയാസമായതുകൊണ്ടാണ്. എന്നാൽ അനേക നാളുകൾക്ക് ശേഷം വീണ്ടും കടന്നു വന്ന നമ്മുടെ പ്രിയ കുഞ്ഞുങ്ങൾക്കായി സ്തോത്രം. പൈതലുമായിട്ട് കടന്നു വന്ന് കർത്താവിനെ സ്തുതിപ്പാൻ ദൈവം സാവകാശം ഒരുക്കിയല്ലോ. കർത്താവിന് നന്ദി പറയുന്നു. ഇനിയും സൂമിലും ഇവിടെയും സാക്ഷ്യത്തിൻ്റെ സമയമുണ്ട്. തേജസ്സേഴും നിൻമുഖമൻ ഹൃദയത്തിനാനന്ദമേ, തേജസ്സേഴും നിൻമുഖമൻ
നമുക്ക് ഒരു തിരുവചന വേദഭാഗം വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായം. John chapter 17 verse 1 and 2. ആമേൻ. ഹല്ലേലൂയ. ഇത് സംസാരിച്ചിട്ട് യേശു സ്വർഗത്തിലേക്ക് നോക്കി പറഞ്ഞതെന്നാൽ, പിതാവേ, നാഴിക വന്നിരിക്കുന്നു, സമയമായെന്ന്. പിതാവേ, നാഴിക വന്നിരിക്കുന്നു. കണ്ണടയ്ക്കാം, പ്രാർത്ഥന. പിതാവേ, അടിയനോട്, അടിയന്റെ പ്രിയപ്പെട്ടോട് സംസാരിക്കണം, യേശുവിൻ നാമത്തിൽ തന്നെ. പിതാവേ, നാഴിക വന്നിരിക്കുന്നു. എന്തിനാ നാഴിക? നമ്മളത് വായിക്കുമ്പോൾ ക്രൂശീകരണത്തിന് ദൂത് പറയുന്ന വിഷയമാണ് അവിടെ പറയുന്നത്. കഷ്ടതയുടെ പാന്താവ് ക്രൂശ് കയ്യേൽക്കുന്ന യഹൂദന്മാരും റോമാ ഗവൺമെന്റും ബെയിൽസുവരും എല്ലാം കൂടെ ചേർത്ത് യേശുവിനെ ക്രൂശിൽ കയറ്റുന്ന നാഴികയാണോ വന്നത്? സ്തോത്രം. പക്ഷെ താഴോട്ട് വായിക്കുക, എന്താ നാഴിക? പുത്രനെ മഹത്വപ്പെടുത്തുക. വായിച്ചത്, നിന്റെ പുത്രൻ നിന്നെ മഹത്വപ്പെടുത്തേണ്ടത്. സ്തോത്രം. ഇവിടെ ഒന്ന് അനങ്ങിയൊക്കെ ഒന്നിരിക്കണം. ഇന്ന് രാവിലെ വായിച്ച വേദഭാഗത്തില് എനിക്ക് ഒന്നുകൊണ്ട് കാര്യം വളരെ ഇഷ്ടപ്പെട്ടു ദേവദാസനെ. അവിടെ വായിക്കുന്നത്, യഹോവയ്ക്ക് അവന് നാമത്തിന്റെ മഹത്വം കൊടുപ്പി. ഈ പകൽ ഇവിടെ ആയിരിക്കുന്നത് ഒന്നിനുമല്ല, പ്രോഗ്രാം കാണാനല്ല. പാടിയ പാട്ടിന്റെ അർത്ഥം അറിയാമോ? അവൻ ജീവിക്കുന്നെന്ന്. അവൻ ജീവിക്കുന്നെങ്കിൽ അവൻ മഹത്വത്തിന് യോഗ്യനാണ്. നാം ഒരു വാക്ക് അവൻ നന്ദി പറയുന്നത് അവന് കൊടുക്കുന്ന മഹത്വമാണ്. ഹല്ലേലൂയ. ഒരു വാക്കിൽ അവനെ സ്തുതിക്കുന്ന, ആരാധിക്കുന്ന, ഐ ലവ് യു ലോർഡ് എന്ന് പറയുന്ന അവന് കൊടുക്കുന്ന മഹത്വമാ. പിന്നെ അങ്ങോട്ട് താഴോട്ട് പറയുന്നത് ഇങ്ങനെയാണ്, ഈ മഹത്വത്തിന് ദൈവം തന്നെ, മഹത്വത്തിന്റെ ദൈവം. അടുത്തത്, അവന്റെ മന്ദിരത്തിൽ സകലവും മഹത്വം എന്ന് ചൊല്ലുന്നു. അവന്റെ ആലയത്തിൽ എന്തുണ്ട്? സകലവും മഹത്വമാണ്. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ ഇവിടെ യേശു പെട്ടെന്ന് മുമ്പോട്ട് പോകാം. യേശു സംസാരിച്ചു. പിന്നെ അടുത്തത്, യേശു സ്വർഗത്തിലേക്ക് നോക്കി. അപ്പോൾ സംസാരിച്ചത് ആരോടാ? നോക്കിയത് എങ്ങോട്ടാ? സംസാരിച്ചത് ശിഷ്യന്മാരോട്. അവരോട് ചില കാര്യങ്ങൾ പറഞ്ഞു. നിങ്ങൾക്കറിയാമല്ലോ, യോഹന്നാന്റെ സുവിശേഷം പ്രത്യേകിച്ച് 14, 15, 16 അധ്യായങ്ങൾ, 12 വരെ പബ്ലിക്കിനോടുള്ള ശുശ്രൂഷകളും 13-ൽ ചില കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. അവിടെയാണ് യൂദസിനെ പറ്റിയൊക്കെ എഴുത്ത് പറയുന്നത്. 14, 15, 16 അവൻ മലമേൽ കയറി തിരഞ്ഞെടുത്ത, അവന് ബോധിച്ചതായി തിരഞ്ഞെടുത്തവൻ. അങ്ങനെയാണെങ്കിൽ നമ്മളും ഈ ഗ്രൂപ്പിൽ പെടുമോ? ആർക്കും ദയ തോന്നാതിരുന്നപ്പോൾ നമ്മെ അവൻ തനിക്ക് ബോധിച്ചവരായി തിരഞ്ഞെടുത്തു. പ്രൈസ് ദി ലോർഡ്. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, എനിക്കൊരു ശുശ്രൂഷ ചെയ്യുവാൻ താല്പര്യമുണ്ടായിരുന്നെങ്കിൽ ഞാൻ ഒരിക്കലും ശുശ്രൂഷക്കാരനായിരിക്കില്ലായിരുന്നു. അതിന് യോഗ്യതയില്ല. എന്നാൽ തനിക്ക് ബോധിച്ചത് കൊണ്ട് പുൾപിറ്റിൽ നിൽക്കുവാൻ കർത്താവ് കൃപ തന്നു. ഞാനത് വളരെ അഭിമാനത്തോടെയാണ് പറയുന്നത്. പ്രൈസ് ദി ലോർഡ്. ഈ ഭൂമിയിൽ ഏറ്റവും നല്ല ഉദ്യോഗമുണ്ടെങ്കിൽ,
ഒരു നല്ല സഹോദരമൊന്നും പറഞ്ഞില്ല. ഒരിക്കലും വേക്കൻസി ഇല്ല എന്ന് പറയാത്തൊരു ഉദ്യോഗം അതേ ഉള്ളൂ, കർത്താവിന്റെ ശുശ്രൂഷ. പ്രൈസ് ദി ലോർഡ്. മുന്നോട്ട് പോകട്ടെ. അപ്പോൾ നമ്മെ അവൻ യോഗ്യരാക്കി തീർത്തു. പബ്ലിക്കിനോട് സംസാരിച്ചു 12 വരെ പ്രസംഗിച്ചു, ഇല്ലയോ? ചിലർ കേട്ടു, ചിലർ കേട്ടില്ല, ചിലർ കാര്യങ്ങൾ പറഞ്ഞു. പബ്ലിക്ക് വന്നു, വലിയ പുരുഷാരം വന്നു. അടുത്ത ദിവസം പിന്നെയും അവനെ തിരക്കി വന്നു. യേശു പറയാ, എനിക്കറിയാം നിങ്ങൾ എന്തിനാ വന്നത്. ഇന്നലെ ചാപ്പാട് കിട്ടിയില്ല, ഇന്നും ചിക്കൻ ബിരിയാണിക്ക് വേണ്ടിയല്ലേ വന്നേ. ഞാൻ ആ വിഷയം അങ്ങനെ പറഞ്ഞേ ഉള്ളൂ കേട്ടോ. ഈ ഭൗതികത്തിനു വേണ്ടി കർത്താവിനെ പിൻപറ്റുന്നവരോട് ദൈവത്തിന് വലിയ ഇൻട്രസ്റ്റ് ഇല്ല. ആത്മീയം പ്രയോറിറ്റി കൊടുക്കുന്നവന് വേണ്ടി ഭൗതികം ചെയ്യുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം. അങ്ങനെ ബൈബിൾ വാക്യമുണ്ടോ? നന്മയും കരുണയും. നിന്റെ ആയുഷ്കാലമൊക്കെ നിനക്ക് മുൻപേ പോകും. നോ നോ നോ, പിൻപറ്റും. നീ ദൈവത്തിന് പ്രയോറിറ്റി കൊടുത്താൽ ഈ ഭൂമിയിൽ നിന്നെ ദൈവം ആദരിക്കാതിരിക്കയില്ല. സ്തോത്രം. അപ്പോൾ ജനത്തോട് ഇടപെട്ടു. ഒത്തിരി പേര് കേട്ടു, നല്ല പ്രസംഗമായിരുന്നു. അത് തന്നെയല്ല പ്രസംഗം കഴിഞ്ഞുള്ള ശാപ്പാടോ? അത് തന്നെയല്ല എന്തുവല്ലമായി കാണുന്നത്. കുഷ്ഠരോഗിയെ തൊട്ട ഉടനെ സൗഖ്യം പ്രാപിക്കുന്നു, കിടക്കുന്നവന് എഴുന്നേറ്റ് പോകുന്നു. എന്തൊരു പരിപാടിയായത്. ഈ പരിപാടി കണ്ടവരെല്ലാം പോയി. പരിപാടി കണ്ടവർ ഇന്നും പോകും. രാത്രിയില് എങ്ങനെയാ വായിക്കും ഞാൻ ഓർക്കുന്നില്ല. മക്കൾ പ്രിയ മക്കൾ എങ്ങനെയല്ല, അതൊന്നുമല്ല, അങ്ങനെയൊന്നും പറയാതെ ഞാൻ തന്നെ പറയാൻ. എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു കേട്ടോ പാസ്റ്ററെ. അത് തന്നെ, അത് തന്നെ. അവിടുത്തെ മക്കളിൽ എല്ലാവരും അല്ല, അപ്പൊ മക്കൾ എല്ലാവരും പോകുമോ? മക്കളെന്ന് ക്ലെയിം ഇതൊക്കെ ഇന്നലെ വൈകിട്ടത്തെ ഇതിനകത്ത് പറഞ്ഞാ കേട്ടോ. കണ്ടു നോക്കുന്നത് എവിടാന്ന്. അവിടുത്തെ മക്കളിൽ, അപ്പൊ അവനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവരും. അതുകൊണ്ട് രക്ഷിക്കപ്പെട്ടു, രക്ഷ ഭദ്രമായി. ഇനി അങ്ങ് പോകാമെന്നും വിചാരിക്കണ്ട. രക്ഷ ഭദ്രമാക്കി വെക്കുന്നിടത്തോളം ഭദ്രമാ. അല്ലെ പിന്നെ ആ വാക്യം അങ്ങനെ എഴുതുമോ? അവന്റെ വായിച്ചേ, അവിടുത്തെ മക്കളിൽ ചിലർ. അടുത്തത്, അപ്പൊ നടക്കാത്തവരുണ്ടോ? താങ്ക് യു പാസ്റ്ററെ. അവിടുത്തെ മക്കളിൽ ചിലർ സത്യത്തിൽ നടക്കുന്നത് ഞാൻ കണ്ടു. ഓ, എത്ര കനുവേറിയ വാക്കാതല്ലയോ. ദൈവത്തെ പിൻപറ്റുന്നതോ രക്ഷിക്കപ്പെട്ടതോ കൈപൊക്കുന്നതോ സ്നാനപ്പെട്ടതോ അന്യഭാഷ പറയുന്നു അല്ല വിഷയം. മക്കളാണെങ്കിൽ മക്കളുടെ സ്റ്റാറ്റസ് സൂക്ഷിക്കുന്നവ ആ വിഷയം. ഇനി ജനത്തോട് പ്രസംഗിച്ചു, ശിഷ്യന്മാരോട് സംസാരിച്ചു. തുടങ്ങിയതാ. ഇതൊക്കെ പറഞ്ഞാലും നിങ്ങളുടെ ഹൃദയം, അതിൻ്റെ അർത്ഥം എന്തുവാ? വരാൻ പോകുന്ന അറിയാവുന്ന ഒരുവൻ. ഈ പകൽക്കാലം ഈ ചെയറിലിരിക്കുമ്പോൾ പല കാര്യവും നമുക്കറിയത്തില്ലെങ്കിലും നാളത്തേടത്തെ കാര്യം വരെ ഇന്നറിയാവുന്ന ഒരുവനെയാ നാം പിൻപറ്റുന്നത്. ദൈവത്തെ സ്തുതിക്കാം. കഴിഞ്ഞ കാര്യങ്ങൾ ഒത്തിരി അറിയാം, അത് പിശാചിനും അറിയാം. വരാൻ പോകുന്ന അറിയാവുന്ന ഒരുവൻ ജീവിക്കുന്ന ദൈവം നമ്മുടെ കർത്താവാണ്. 3.5 വർഷ ശുശ്രൂഷ അവസാനം അവരോടുള്ള ബന്ധത്തിൽ അവർക്ക് വരാൻ പോകുന്ന കാര്യം, നിങ്ങൾക്ക് കഷ്ടതയുണ്ട്, നിങ്ങൾക്ക് പ്രയാസമുണ്ടെന്ന് പറഞ്ഞാൽ അവരുടെ തലയിലൊന്നും പോയില്ല. സീരിയസ് ആയിട്ട് സംസാരിക്കുമ്പോൾ ഇതൊക്കെ പറഞ്ഞാലും രാജ്യം എപ്പോഴാ? ഇതൊക്കെ അവരുടെ വിഷയം. ഇതെല്ലാം ആർക്കറിയാം? എല്ലാം അറിയാവുന്ന ഒരു ഗുരു ഉള്ളതുകൊണ്ട് കർത്താവിന് സ്തോത്രം. നമ്മുടെയൊക്കെ ലീഡേഴ്സ് നമ്മെ അറിഞ്ഞെങ്കിൽ നമ്മളെല്ലാം ഫയർ ചെയ്തേ.
നമ്മൾ നല്ല കർത്താവ് നമ്മെ അറിയുന്നു, ഇന്ന് വരും ഫയർ ചെയ്തില്ല. ഓരോ സൺഡേയിലും നമ്മെ ക്രമീകരിക്കാനുള്ള ദൂത് കയറുന്ന ഓർത്ത് കർത്താവിന് സ്വന്തം. ഹല്ലേലൂയ. നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. അതിന്റെ അർത്ഥം ഈ സാഹചര്യം മാറും കേട്ടോ. എപ്പോഴും ഇതുപോലെ ആയിരിക്കയില്ല. ഹൃദയം കലങ്ങുവാൻ കലങ്ങി. നമ്മൾ വിചാരിക്കരുത്, പത്രോസിനെ കുറ്റമൊന്നും പറയരുത്. അവൻ മനഃപൂർവ്വം ചെയ്തതല്ല. പക്ഷെ നിൽക്കാൻ കഴിയാത്ത സാഹചര്യം വന്നപ്പോൾ ഞാൻ അവനെ അറിയുന്നില്ല. നമ്മൾ വാ കൊണ്ട് പറയുന്നില്ലെങ്കിലും പല സാഹചര്യങ്ങളിലും അങ്ങനെയുള്ള ആറ്റിറ്റ്യൂഡ് നമ്മൾ ഉണ്ടായിട്ടുണ്ട്. ഒരു നല്ല സ്വന്തം പറയാം. യെസ്, ഒരു റൈറ്റ്കാരായി പറയും, ഒരു തെറ്റുമില്ല. പക്ഷെ ഒരു കാര്യം, ഹൃദയം നൊന്ന് കരയുവാൻ യേശു നമുക്ക് സാഹചര്യവും ഒരുക്കി തന്നിട്ടുണ്ട്. ഉണ്ടോ ഇല്ലയോ? എത്ര നല്ല ശുശ്രൂഷയായി ഈ പ്രസംഗമായി. ഈ വർഷത്തിന്റെ ആരംഭത്തിൽ ഒരു 21-ാമത്തെ അധ്യായം എന്തുകൊണ്ടാണ് യോഹന്നാന്റെ ശുശ്രൂഷ സുവിശേഷം എഴുതി ചേർത്തത്? നമ്മളാരെങ്കിലും ചേർക്കുമോ? പോയവൻ പോട്ട്. 3.5 വർഷം കൂടെ നടന്നിട്ട് എല്ലാം കണ്ട് ഒന്നാമനാന്നോ പറഞ്ഞിട്ട് നീ തന്നെയാണ് ജീവിക്കുന്ന ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തു എന്ന് വെളിപ്പാടും കിട്ടിയിട്ട് അവസാനം ഒരു സാഹചര്യം അത് അവനെ തള്ളിപ്പറഞ്ഞു. നോവേ. ഇനി അവനെ വേണ്ടെന്ന് പറയുവാൻ ലോകം ശ്രമിക്കും, നമ്മൾ ശ്രമിക്കും. ലോകം പോട്ടെ. പക്ഷേ യോഹന്നാൻ പരിശുദ്ധാത്മാവ് 20-ാം അധ്യായം എഴുതി ക്ലോസ് ചെയ്യുക. വായിക്കണ്ട, നമുക്ക് ഒന്ന് വായിച്ചറിയാം. കൺക്ലൂഡ് ചെയ്യുക. 21 പിന്നെ പരിശുദ്ധാത്മാവ് ആഡ് ചെയ്ത് ആർക്ക് വേണ്ടിയാ? ഒരുവന്റെ മേൽ വാഗ്ദത്തമുണ്ട്. ഒരുവനെ കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്ന കാര്യമുണ്ട്. ഞാൻ ഒരു കാര്യം പറയാം, ഇന്ന് രാവഹൽക്കാലം വളരെ ക്ലിയർ ആയിട്ട് പറയാം. നാം പലപ്പോഴും ദൈവം ആഗ്രഹിക്കുന്നത് പോലെ മുൻപോട്ട് വരാൻ കഴിയുന്നില്ലെങ്കിലും ഇതുവരെയും പിന്മാറിപ്പോകാഞ്ഞത് ദൈവം നിന്നെ കുറിച്ചുള്ള കാര്യം ഉദ്ദേശിക്കുന്നത് കൊണ്ടാണ്. ദൈവത്തിന് ചില ഉദ്ദേശമുണ്ട്. അതൊരു ആത്മീയൻ മനസ്സിലാക്കണം. That's all it is. ഹല്ലേലൂയ. ആ 21-ാം അധ്യായത്തില് ഇതൊക്കെയാണെങ്കിൽ എൻ്റെ പത്രോസ് എന്തോ പറ്റി ഇതുവരെയാണ് ചോദിക്കുന്നത്. അവന്റെ വീക്ക്നെസ് ശുശ്രൂഷിച്ച കാര്യമാണ്. എവിടെ വെച്ചാണ് അവൻ തള്ളി പറഞ്ഞത് ഓർമ്മിപ്പിക്കാൻ തീവരെ കാണിച്ചവനെ കാണിച്ചില്ലയോ? എവിടുന്നാണ് അവനെ കൊണ്ടുവന്നത് എന്ന് കാണിക്കാൻ പടകിൽ തിരിച്ചു പോകുന്ന സാഹചര്യം ഉണ്ടാക്കി. ശരിക്ക് നസ്രായനെ അറിഞ്ഞത് എവിടെ വെച്ചാ? പടകിൽ വെച്ചാ. അന്ത്രയോസ് വീട്ടിൽ കൊണ്ടുപോയപ്പോ അവനെ അറിഞ്ഞില്ല. ഞാൻ നിന്നെ കേഫാവാക്കുന്നു പറഞ്ഞു വിചാരിച്ച് വലിയ വെളിപ്പാടൊന്നും കിട്ടില്ല. പക്ഷേ വലിയ അത്ഭുതം കണ്ടപ്പോൾ അതിലൊരു വലിയ അത്ഭുതം അന്ന് അവിടെ തിബരിയാസ് നടന്നു. എന്തുവാ? ഞാനൊരു പാപിയാ, ഞാനൊരു പാപിയാ. ഇതാണ് ഏറ്റവും വലിയ അത്ഭുതം. ഇന്നത്തെ ക്രിസ്ത്യൻഡം അത്ഭുതങ്ങളുടെ പുറകെ ഓടുമ്പോൾ നമ്മൾ തന്നെ ഒരു അത്ഭുതമാകട്ടോ. ദൈവത്തെ സ്തുതിക്കാമോ? ഹല്ലേലൂയ. പ്രൈസ് ദി ലോർഡ്. അപ്പോ ഇതൊക്കെ പറഞ്ഞിട്ട് എന്റെ വിഷയത്തിൽ പറഞ്ഞ ശുശ്രൂഷ അവരോട് സംസാരിച്ചു. എന്നിട്ട് സ്വർഗത്തിൽ. അതാണ് യഥാർത്ഥ പ്രാർത്ഥന. ഉപവാസ പ്രാർത്ഥന മെസ്സേജ് അല്ല, ടച്ച് ചെയ്ത് പോകുന്നേ ഉള്ളൂ. ഈ കർത്താവ് പ്രാർത്ഥന പഠിപ്പിച്ചല്ലോ. ലോർഡ്സ് പ്രയർ എന്നാണ് പറയുന്നത്. പക്ഷേ ആരുടെ പ്രയറാ? നമ്മൾ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥന. കർത്താവിൻ്റെ പ്രാർത്ഥനയൊക്കെ കാണണമെങ്കിൽ എവിടെ പോകണം? നമ്മളിപ്പോൾ വായിച്ച ഭാഗത്ത് താഴോട്ടുണ്ട്. അതെന്നെ വിഷയം. എന്നാൽ യേശു തമ്പുരാൻ തന്നെ പ്രാർത്ഥനയുടെ 3 ഘട്ടങ്ങൾ പറഞ്ഞു. 1, യാചിപ്പീൻ. 2, മുട്ടുവീൻ. 3, അന്വേഷിപ്പീൻ. ഇത് 3
ഒരുപോലെ പ്രാധാന്യതയുള്ളതാണ്. നമ്മൾ യാചിപ്പിന്ന് മലയാളത്തിൽ പറയുമ്പോൾ ആസ്ക് ഇറ്റ് ഷാൽ ബി ഗിവൻ, ചോദിക്കുവിൻ. പ്രൈസ് ദി ലോർഡ്. നമ്മളിപ്പോൾ സാധാരണ പ്രാർത്ഥിക്കുന്ന പ്രാർത്ഥനയെ പറ്റി കുറിച്ച് പറയാൻ ചിന്തിക്കുന്നത് ബുദ്ധിമുട്ടിയോ ഒന്നുകൊണ്ട് പ്രാർത്ഥിക്കുന്നത് അവരോട് നിന്ന് പോകും. അങ്ങനെ പറയുമ്പോൾ അങ്ങനെ തരണമേ, ഇങ്ങനെ തരണമേ, അത് ചെയ്യണമേ, കുഞ്ഞുങ്ങൾക്ക് നല്ലൊരു ഭാവി ഉണ്ടാകണമേ. പിന്നെ ബാക്കിയോട് പറഞ്ഞു, ഒന്ന് രണ്ട് മേ പറഞ്ഞ് യേശുവിൻ്റെ നാമത്തിൽ ഞാനും അങ്ങനെ പ്രാർത്ഥിക്കുന്ന ആവട്ടെ. അതല്ല, ഞാൻ ആശയം പറയാൻ പറഞ്ഞത് കേൾക്കണം. ഇവിടെ നിൽക്കുകയല്ലാതെ ഈ മേ പറഞ്ഞ് അവസാനിക്കാൻ വേണ്ടി നമ്മൾ ഇറങ്ങിയിരിക്കുക. അടുത്ത സ്റ്റെപ്പ് ഗോ ഫോർവേഡ്. സ്വന്തം പറയാമോ? നമ്മൾ വീട്ടില് കുഞ്ഞുങ്ങളോട് സംസാരിക്കുമല്ല, കുഞ്ഞുങ്ങളോട് പറയുക. ആണോ അല്ലയോ? ഞാൻ എൻ്റെ ഭാര്യയോട് സംസാരിച്ചപ്പോൾ എന്ന് പറയൂ. വലിയ ഗ്രാമറൊക്കെ ചേർന്ന് എൻ്റെ ഭാര്യയോട് ഞാൻ രാവിലെ എഴുന്നേറ്റ് സംസാരിച്ചു. അറിയത്തില്ല, ഞാൻ അങ്ങോട്ട് വരുന്നില്ല. എന്നാൽ ഞാൻ പിള്ളേരോട് കാര്യം പറഞ്ഞു. എനിക്ക് അവരോട് അത്ര ആക്സസ് ഉണ്ട് പറയാൻ. എൻ്റെ ഉള്ളം തോന്നുന്ന കാര്യം ഒന്ന് ഷെയർ ചെയ്യുവാൻ. സംസാരിക്കുന്നതോട് എല്ലാം ഒന്നും പറയാൻ പറ്റില്ല, പക്ഷെ പറയുന്നവരോട് ഉള്ളം തുറന്ന് കാര്യമെന്ന് പറയാം. അപ്പോൾ വീട്ടിൽ വരുന്ന ധർമ്മക്കാരൻ, അമ്മ വല്ലതും തരണം. നിങ്ങൾ ഇവിടെ തന്നെ ഉണ്ടോ? ചോദിക്കാതെ കിട്ടത്തില്ലല്ലോ. ചോദിക്കുന്ന തെറ്റല്ല. മിണ്ടാതെ നടന്നാൽ വല്ലതും കൊടുക്കുമോ? ഇല്ലെന്നേ. പക്ഷേ വല്ലതും ഉണ്ടോ ഇങ്ങോട്ട് തരാ എന്ന് മാത്രം തരുമോ? ചോദിക്കേണ്ട ട്യൂണിൽ ചോദിച്ചാൽ ഒരു പക്ഷെ അമ്മയുടെ മനസ്സാരിൽ നിന്ന് വരും. 10 പൈസ കൊടുക്കാൻ വിചാരിച്ചാൽ 10 രൂപ കിട്ടിയെന്നും വരും. പക്ഷെ എന്നും ഈ പണിയാണെങ്കിലോ? മനസ്സിലായില്ല. ഉള്ള പ്രാർത്ഥന നിർത്തുന്ന ലക്ഷണമാണ് ഭാഷ, അല്ലയോ? എന്നും വഴിയെ പോകുന്ന പൊള്ളിയ അമ്മയെ തരണമേ ഇല്ല. അവൻ അകത്തോട്ട് വരാൻ അവകാശമില്ല, പക്ഷെ മക്കൾക്ക് അകത്തോട്ട് വരാം. നമ്മൾ വഴിപോക്കനായ ധർമ്മക്കാരനല്ല, നമ്മൾ അവന്റെ മക്കളാ. ചില സാഹചര്യം വരെ നമുക്ക് അത്രേ അറിയത്തുള്ളൂ, പക്ഷേ അടുത്തോട്ട് ചെന്നൊന്ന് മുട്ട്, നോക്ക്. ഒരു ഭക്തനെ നിങ്ങൾക്കറിയാമോ? ദൈവം തിരഞ്ഞെടുത്തവനാ. പിതാക്കന്മാരുടെ ലിസ്റ്റിൽപ്പെട്ട അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം. ഇത് ലോകസ്ഥാപനത്തിനു മുമ്പേ ദൈവം എഴുതി വെച്ച ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് യാക്കോബ് എന്നൊരു വ്യക്തി ആ ഭവനത്തിൽ ജനിച്ചത്. അവന്റെ പേരെന്താകുമെന്ന് വരെ പറഞ്ഞു. പക്ഷേ നിക്കക്കള്ളിയില്ലാതെ വീട് വിട്ടോടേണ്ടി വന്നു. ഒരു കാര്യം ഞാൻ പറയട്ടെ, എന്നും ഒരുപോലെ എല്ലാരെയും കളിപ്പിച്ച് നിൽക്കാമെന്ന് വിചാരിക്കരുത്. നീ അപ്പനെ കളിപ്പിച്ചാൽ ദൈവം നിന്നെയും കളിപ്പിക്കും. ആ വിഷയം അറിയാവുന്നതുകൊണ്ട് ഞാൻ അങ്ങോട്ട് പോകുന്നുള്ളൂ. അപ്പൻ ചോദിച്ചപ്പോൾ പേര് ശരിക്കും പറഞ്ഞില്ല. നിന്റെ മൂത്ത് പോകാൻ ഏശാവ് തന്നെയാണെന്ന് പറഞ്ഞു. ഇല്ല, കള്ളൊട്ട് പറഞ്ഞുമില്ല, നേരൊട്ട് ഇല്ലതാണ്. അങ്ങനെ വലിയ പുള്ളികളൊക്കെ ഉണ്ട്. എങ്ങോട്ടാ പോകുന്നു? ഇവിടം വരെ പോകുന്ന ഇങ്ങോട്ടായിരിക്കും. ഇവിടം വരെ എന്നും പറയത്തില്ല.
നമ്മുടെ കാര്യം നിങ്ങളൊന്ന് ഉത്സാഹത്തോടിരുന്നേ. അപ്പനെ കളിപ്പിച്ചപ്പോൾ ഒരു 10, 21, 20 വർഷം കഴിഞ്ഞപ്പോൾ ദൈവം ചോദിക്കും, നിന്റെ പേരെന്തുവാ? തപ്പി നോക്കാൻ പറഞ്ഞു. വിവരം അറിയും, ഞാൻ യാക്കോബ. ഇന്ന് പകൽ ദൂത് കേൾക്കുമ്പോൾ ഉള്ള ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാമോ? ദൈവത്തിന്റെ ഉദ്ദേശം വലിയ ആത്മീയ ഒന്നും പ്രകടിപ്പിക്കണ്ട, ഉള്ളതുപോലെ ഏൽപ്പിച്ചു കൊടുത്താൽ ഉള്ളതിനൊത്തവണ്ണം അനുഗ്രഹിക്കുവാൻ കഴിവുള്ള ഒരുവൻ ഇവിടെയുണ്ട്. ഇവൻ പോകുന്ന വഴിയിൽ ഒരു സ്ഥലത്ത് എല്ലാം പറയുവാണേ, ഇത് സ്വർഗത്തിന്റെ വാതില. നിങ്ങൾക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ടോ അത്? ഈ പീസിയുടെ വാതിൽ കണ്ടിട്ടുണ്ട്. അതും 2 വാതിലുണ്ട്. ആദ്യം ഒന്ന്, പിന്നൊന്ന്. അത് ഗ്ലാസ്. പിന്നെ അകത്തേട്ട് വന്ന് നമ്മുടെ സീറ്റ്. ഇതിനപ്പുറം വല്ലതും ഉണ്ട്? എനിക്ക് കൊണ്ട് സീറ്റ് കേട്ടോ, അവിടെ നിങ്ങൾ കയറിയിരിക്കുന്നത് നമ്മുടെ സീറ്റ്. അതുകൊണ്ട് അറിയാവുന്ന 1-2 പാട്ട് പാടുമ്പോൾ ഞങ്ങൾ ചേർന്ന്, അറിയാവുന്ന പാട്ട് പാടിയില്ലെങ്കിൽ ഞങ്ങളൊന്ന് നിങ്ങളുടെ കാര്യമല്ല, നിങ്ങളെല്ലാം പാടുന്നുണ്ട്. കാരണം നിങ്ങൾ ഇത് വെച്ചുകൊണ്ട് അറിയുന്നില്ലെന്നേ ഉള്ളൂ. കാരണം ഇത് സ്വർഗത്തിന്റെ വാതില. പിന്നെ 15:5 ഞാൻ പറഞ്ഞേക്കാം. 28-ന്റെ 15 വായിച്ച്, 16 വായിച്ച്, 16 അത് തന്നെ വായിച്ചു. ഉൽപ്പത്തി 28 കേട്ടോ. ദൈവശബ്ദം കേട്ടു, അല്ലയോ? ദൈവമല്ലേ പറഞ്ഞേ? ദൈവം പറഞ്ഞപ്പോൾ ദൈവശബ്ദം കേട്ടു. ദൈവശബ്ദം കേട്ടപ്പോൾ അവൻ എന്ത് ചെയ്തു? ആമേൻ, പ്രൈസ് ദി ലോർഡ്. ദൈവശബ്ദം കേൾക്കുമ്പോൾ എന്ത് ചെയ്യണം? ഒന്ന് ഉണരണം. ഉറങ്ങുന്ന കാര്യമല്ല, ഒന്ന് ഉണരണം, അത്രേ ഉള്ളൂ. അടുത്തത്, യഹോവ ഈ സ്ഥലത്തുണ്ട് സത്യം. എപ്പോഴാ മനസ്സിലായത്? ദൈവശബ്ദം കേട്ടപ്പോൾ. ദൈവശബ്ദം കേൾക്കുമ്പോൾ ഒരു ഉണർവ് വേണം. ഈ പലപ്പോഴും ഒന്ന് സ്വതന്ത്രം പറഞ്ഞേ, ഒരു നല്ല സ്വതന്ത്രം പറഞ്ഞേ, ഇതൊന്നും പറയിപ്പിക്കേണ്ട ആവശ്യമില്ല, ദൈവശബ്ദമാണെന്ന് മനസ്സിലായ. ദൈവശബ്ദം കേട്ടു, അവൻ ഉണർന്ന് പറയാ, ഇതിവിടെ ദൈവ സാന്നിധ്യമുണ്ടെന്ന്. ആരാധനയ്ക്ക് വന്നിട്ട് ദൈവ സാന്നിധ്യം അനുഭവിച്ച് മടങ്ങി പോകുന്ന ആരെങ്കിലും ഉണ്ടോ? അടുത്ത വായിച്ചാട്ടെ. ഈ സ്ഥലത്ത് യഹോവയുണ്ട്. ദൈവമക്കളെ, നമ്മളൊന്നും വെറുതെ ചുമ്മാതെ വന്നവരൊന്നുമല്ല. നമുക്ക് എത്ര അനുഗ്രഹിക്കുന്ന പാട്ടാ, എൻ്റെ യേശു ജീവിക്കുന്നു. അങ്ങനെ ജീവിക്കുന്നതിൽ അവൻ ഇവിടെ ഉണ്ടെന്ന്. ദൈവ സാന്നിധ്യത്തിന് വേണ്ടിയാ വന്നിരിക്കുന്നത്. അടുത്തത്, ഈ സ്ഥലം എത്ര ഭയങ്കരം. പേടിയല്ല, റവറൻ, ആദരവിന്റെ ഭയം. His presence is here. ഓ, എത്ര ആദരവോടുകൂടിയാണ് ദൈവസന്നിധിയിൽ ഇരിക്കേണ്ടത്. അടുത്ത്, ഇത് എന്തുവാ? ഇത് സ്വർഗത്തിന്റെ വാതില. വാതിലെന്ന് പറഞ്ഞാൽ എന്തുവാ? ഇവിടെ ഈ വാതിൽ വെച്ചതിന്റെ ഉദ്ദേശം അകത്തോട്ട് പ്രവേശിക്കാമെന്ന. അതിന്റെ അർത്ഥം എനിക്ക് അങ്ങോട്ടൊന്ന് വെളിയിൽ നിന്ന് തരണമേ തരണമെന്ന് പറയുന്ന ആളല്ലേ ഞാൻ മുട്ടി അകത്തോട്ട് കയറാൻ ആഗ്രഹിക്കുന്നു. ഒരു സഹോദരൻ പറയാമോ? ഇന്ന് പകൽ ഇവിടെ അത് നടക്കണം. എങ്ങനെ നടക്കണമെങ്കിൽ 1, ദൈവശബ്ദം കേൾക്കണം. 2, ഉണരണം. 3, ഇതിവിടെ ദൈവം ഉണ്ടെന്ന് മനസ്സിലാക്കണം.
നിങ്ങൾ ഇന്ന് ആരും ഇവിടെ കാണാമെന്ന് ആരെങ്കിലും ആണെന്നറിയാമോ? ഒരു സ്ത്രീ വരിക, ഏതോ ഒരു ശീമോന്റെ വീട്ടില് നസ്രായൻ ഉണ്ടെന്ന് കേട്ടു. അവളെ ആരും വിളിച്ചുമില്ല, കമ്മ്യൂണിറ്റിയിൽ അവൾക്ക് വലിയ സ്ഥാനവുമില്ല. നമ്മൾ വിളിച്ചാൽ പോലും പോകത്തില്ല. ഇവൾ കേട്ടു. എന്താ കേട്ടത്? അവൻ ആ വീട്ടിലുണ്ടെന്ന്. ഒരു നല്ല സ്വന്തം പറയണേ. ഇന്നലെ ഇവിടെ വന്നറിയാമോ? വന്നില്ലെങ്കിൽ പാസ്റ്റർ വിളിച്ചെങ്കിലോ എന്ന് വിചാരിച്ചു. എല്ലാവരും യേശു പറയുന്നു. ഞാൻ ഇവിടെ വന്നത് യേശു ഇവിടെ ഉള്ളതുകൊണ്ട്. എന്തിനാ അവൾ അവിടെ ചെന്നറിയാമോ? കയ്യിലെന്തുവാ? അത്രയും പറഞ്ഞാൽ മതിയോ? ഒരു മുഴുവൻ മാസത്തെയാണോ വർഷത്തെയാണോ എന്തെങ്കിലും ആട്ടെ, ഒരു വർഷത്തെ, വല്ലതൊക്കെ അറിയാവുന്ന ഒരു വർഷത്തെ സമ്പാദ്യം കൊണ്ടാ വരുന്നത്. നമ്മളൊക്കെ ഓഫറിങ് പിന്നെ 10 പ്രാവശ്യം തിരുമും, അറിയാതെ 2 നോട്ട് വല്ലതും പോയോന്ന്. ഒരു സ്വന്തം പറഞ്ഞേ, എത്ര നാളായി കർത്താവിന് വല്ലതും കൊടുത്തിട്ട്? പ്രൈസ് ദി ലോർഡ്. ഒന്ന് സഹായിക്കണേ. ഇന്ന് ഞാൻ തക്ക സമയം നിർത്താൻ ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഉത്സാഹത്തോട് പറഞ്ഞ കേട്ടോ. ഹല്ലേലൂയ. ഒരു സഹോദരി കൊണ്ടുവന്നപ്പോൾ തന്നെ മൂപ്പന്മാരും അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും വെളിപ്പാടുകാരും ഒക്കെ ചുറ്റും ഇരിപ്പുണ്ട്, ഇല്ലയോ? ലീഡർ പോയതുകൊണ്ട് അവരുമുണ്ട്, 12 പേരുമുണ്ട്. പിന്നെ തുണിസഞ്ചി കാശ് പണസഞ്ചി ഉള്ളവനും, പിന്നെ വെളിപ്പാട് കിട്ടിയവനും, പിന്നെ കൂടെ യായിറോസിന് വീട്ടിൽ കയറി ചെന്ന 3 പേര്, ഇവരെല്ലാം ഉണ്ട്. ഇവളെങ്ങോട്ട് പോവാ? അപ്പൊ എന്തുവാ അവിടെ? കാണേണ്ടവനല്ല കാണുന്നത്, ഇവളെയാ കാണുന്നത്. ഇന്നും ഉണ്ടോ ദൈവസഭകൾ ഇതൊക്കെ? ഒന്ന് പറഞ്ഞു. കാണേണ്ടവനെ കാണാനാ അവള് വന്നേ. അപ്പോസ്തലന്മാരെന്ന് പറയപ്പെടുന്നവർ വന്ന് ആരെ കാണാനാ? ആരൊക്കെ വരുന്നു, ആരൊക്കെ പോന്നു, ആരുടെ കണ്ണടയുന്നു, ആര് കൈയോട്ടുന്നു. ഒന്ന് ചേർന്നു. ആരും മിണ്ടുന്നു, ആരും മിണ്ടുന്നില്ല. ആരുടെ മുഖത്ത് മാസ്ക് ഉള്ള ആർക്കില്ല. എന്നിട്ട് വീട്ടിൽ തിരുത്തി വന്ന ഉടനെ എന്ത് ചെയ്തു? ഫോൺ എടുത്തു. ഇവരിങ്ങനെ കമന്റ്സ് ചെയ്യും പറയുമ്പോഴേ ഇവക്കതൊരു വിഷയമല്ല. എന്താ ഇവക്ക് വിഷയമല്ല? ഞാൻ ഇവരെ ഒന്നും തൃപ്തിപ്പെടുത്താൻ വന്നതല്ലല്ലോ. ഇവര് വന്നോണ്ടല്ലോ ഞങ്ങള് വന്നത്. ഒരു സ്വന്തം പറയാമോ? ഐ എം ഹിയർ ബിക്കോസ് ഹി ഈസ് ഹിയർ. അവരിവിടെയുണ്ട്. ഞാൻ ഒരു കാര്യം പറയട്ടെ, ദൈവ സാന്നിധ്യം അനുഭവിച്ചറിയാത്ത ഒരു ചർച്ചിൽ നിങ്ങൾ പോകരുത്. അത് EPC ആയാലും IPC ആയാലും ചർച്ച് ഓഫ് ഗോഡ് ആയാലും എന്തുമായാലും. എങ്ങനെങ്കിലും ഇരുന്നിട്ട് ദൈവ സാന്നിധ്യത്തിന്റെ കാര്യം അല്ലേ പറഞ്ഞത്? വരുമ്പോ മുതൽ പോകുമ്പോ വരെ ഫോൺ നോക്കി നിന്നിട്ട് ഒരു സാന്നിധ്യം എന്ന് പറയുന്ന ആൾക്കാരല്ലേ ഞാൻ പറഞ്ഞത്. സ്വന്തം പറയാമോ? ഞാൻ ഇന്നലെ വൈകിട്ടൊരു മീറ്റിംഗ് കണ്ടു. അവിടെ വലിയ ആരാധന നടക്കുക. ഒരു ഡീക്കനാ, സാധാരണ പുള്ളിയൊന്നുമല്ല. തുടങ്ങിയപ്പം മുതൽ അവസാനം വരെ ഫോണില്ല. ഫോണേ ഫോണിലാന്ന്. എല്ലാവരും കൈയൊന്ന് ഉയർത്തിക്കാട്ട്.
എന്നിട്ട് പോകുമ്പോ എന്താ ദൈവ സാന്നിധ്യമില്ലായിരുന്നു. എവിടുന്ന് വരാന്? ഒരു ശാസ്ത്രജ്ഞൻ പറഞ്ഞേ, നിങ്ങൾ എന്താ എനിക്കുള്ളത് മുഴുവൻ സമർപ്പിക്കാൻ വന്ന ഇന്ന് പകൽ വന്ന ആരെങ്കിലും ഉണ്ട് അതിനു വേണ്ടി? എനിക്കായി ഉള്ളത് സമർപ്പിക്കാൻ അവന്റെ പാദപീഠമേ ഉള്ളൂ. എൻ ജീവനേ കാളും നീ വലിയതാണ്. ഒരു നല്ല സ്വന്തം പറയാമോ? എൻ ജീവനേ കാളും നീ വലിയതാണെനിക്ക്. ഓ ആരാധന 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 യേശുവിനാരാധന. ഓ ഹല്ലേലൂയ. ആരാധന ആരാധന ആരാധന. സുവിശേഷ വിലയ്ക്ക് കൊടുക്കുന്നോ ചാരിറ്റിക്ക് കൊടുക്കുന്നോ അതല്ല വിഷയം. നിന്റെ ജീവിതത്തെ അവന് കൊടുക്കുന്ന ആ വിഷയം, ഇല്ലയോ? ഇതെന്തിനാ ഈ വെറും ചെലവ്? ഇത് വിറ്റ് ആർക്ക് കൊടുക്കണം? ദരിദ്രന്മാർക്ക്. ഈ എന്തോ ഒരു ആത്മഭാരമെന്നറിയോ ദരിദ്രന്മാരെ കുറിച്ച്? കൊടുത്തോ കുഴപ്പമൊന്നുമില്ല. നിന്നെ തന്നെ കൊടുക്കാത്തവന്റെ പൈസ ദൈവത്തിന് വേണ്ട. ഞാൻ പലപ്പോഴും പറയും, ഈ പട്ടണം ഈ കച്ചുകുഞ്ഞു സന്ദർഭങ്ങളൊക്കെ അറിയാം. ഈ പട്ടണം വലിയ ഭൗതികമായിട്ട് ഉയർന്ന സമയമുണ്ട്. ഇവിടെ ഓയിൽ കമ്പനി ഭയങ്കരമാണ്. ഓർക്കുന്നുണ്ടോ ഇതൊക്കെ? ഞാൻ ആരംഭത്തിൽ ഇവിടെ ഒരു സമയത്താ ഭയങ്കര അന്ന് ഇതൊന്നുമില്ലാതിരുന്നപ്പോൾ നിറച്ചാളായിരുന്നു ചർച്ചില്. ഇവിടെ ഓയിൽ കമ്പനി അങ്ങോട്ട് ബൂം ചെയ്തു, എല്ലാവർക്കും ജോലി, ഓവർ ടൈം എല്ലാം ആയപ്പോഴത്തേക്ക് സഭയിൽ ആളില്ല. പാഷ ചോദിച്ച, ബ്രദറെ, പാഷ പറഞ്ഞ മറുപടി കേൾക്കണോ? പാഷ കിട്ടേണ്ടത് കിട്ടിയാൽ പറയാം, ഞങ്ങൾ വന്നില്ലേ എന്താണ്? പാഷക്ക് കിട്ടേണ്ടത് കിട്ടിയാൽ പോരാ, ഞങ്ങൾ വന്നില്ലേ എന്താണ്? നിങ്ങൾക്കറിയാമോ, അധികം നിന്നില്ല. അത് 3, 4, 5 വീട് മേടിച്ച് ഇട്ടിട്ട് ഓടേണ്ടി വന്നു. ഒരു സ്വന്തം പറയാമോ? നിന്നെ തന്നെ കൊടുക്കാത്തവന്റെ ദൈവത്തിന് വേണ്ട. Praise the Lord. അവള് പറയാ, ഞാൻ വന്നത് എന്നെ തന്നെ എനിക്കുള്ളത് കൊടുക്കാനാ. എനിക്ക് വളരെ ഇഷ്ടമാണ്. എന്റെ വിഷയത്തേക്ക് വന്നില്ല കേട്ടോ ഇതുവരെ. യേശു നോക്കിയപ്പോൾ പരീശന്റെയും ആ പെൺകുട്ടിയുടെയും പ്രാർത്ഥന കണ്ടു. അവൻ കണ്ടത് അവിടെ പ്രാർത്ഥനയല്ല, കൊടുക്കുന്നതല്ല. അവൾ കണ്ടത് അവളുടെ കയ്യിൽ ബാക്കി എന്തുണ്ട് അതാണ്. ഇല്ലയോ? ശരിയാണോ? രണ്ട് വെള്ളിക്കാശ് കൊടുക്കുന്നു എന്ന് പരിശുദ്ധാത്മാവ് പറഞ്ഞപ്പോൾ യേശു നോക്കിയത് എത്ര ഇട്ടെന്നല്ല, ബാക്കി എന്തുണ്ടെന്നാ. ഇന്ന് പകൽക്കാലം അവനിവിടെ ഉണ്ടെങ്കിൽ അവനും നോക്കുന്നുണ്ട് കേട്ടോ. Praise the Lord. ഒത്തിരി കാര്യങ്ങൾ പറയാൻ കഴിയും, നിന്റെ പേര് ഗുഡ് ന്യൂസ് വരുത്താൻ കഴിയും, അതല്ല വിഷയം. ആരും അറിയാതെ ദൈവവേലയ്ക്ക് കൊടുത്തത് എന്താ, അതാ ദൈവം നോക്കുന്നത്. എനിവേ, അത് കഴിഞ്ഞു. സ്വർഗത്തിന്റെ വാതിൽ തുറന്ന് അങ്ങോട്ട് ചെന്നപ്പോൾ ദൈവസാന്നിധ്യം. അങ്ങനെ ആളുകൾ എനിക്ക് അവനെ ഒന്ന് കാണണം. ഇന്ന് ഇവിടെ കണ്ടിട്ട് പോകാൻ ആഗ്രഹിക്കുന്ന ആരെങ്കിലും ഉണ്ടോ? ഞാൻ പലപ്പോഴും പറയും, ക്രിസ്ത്യ ജീവിതം ഒരു യാത്രയാ. എവിടെ യാത്ര എന്നറിയാമോ? ഇരുട്ടുള്ള യാത്ര, ഇരുട്ടിലുള്ള യാത്ര. ഈ ലോകം അന്ധകാരത്തിലാ, നാം അവിടെ യാത്ര ചെയ്യുന്നത്. ശൂലമി യാത്ര ചെയ്യുന്ന എവിടെ എന്നറിയാമോ? ഇരുട്ടുള്ളപ്പോൾ. എന്തിനാ യാത്ര ചെയ്യുന്നത്? ഇതൊക്കെ പറഞ്ഞു. നിങ്ങൾ എൻ്റെ പ്രിയനെ കണ്ടോ? ആ പുള്ളിയെ കണ്ടില്ല, വേറെ ആളുണ്ട്.
ആ പുള്ളിയെ കണ്ടില്ല, ആരെങ്കിലും മതി, അവൾ വിടുവോ? നിങ്ങളൊന്നും മിണ്ടാതിരിക്കുന്നു. ആരെങ്കിലും മതി എന്ന് ലക്ഷണം എങ്ങനെ ഇരിക്കുന്നത്? നോ 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 നോ. പെങ്കുച്ചേ, നിന്റെ പ്രിയനെക്കാട്ടിലും ഈ പോകുന്നവർക്ക് എന്താ കുഴപ്പം? ഇതിലൊന്ന് പോരായോ? നോ. എന്റെ പ്രിയനോ വെണ്മയും ചുവപ്പുള്ളവൻ, 10,000ങ്ങളിൽ ഞാൻ അവനെ കണ്ടെത്തുന്നത് വരെ അന്വേഷിക്കും. ആലയത്തിൽ കടന്നു വരുമ്പോഴെങ്കിലും കർത്താവേ എനിക്ക് നിന്നെ ഒന്ന് കാണും. ഞാൻ ഒരു കാര്യം പറയട്ടെ, കണ്ട് ആരാധിക്കുന്ന അനുഭവത്തിലേക്ക് വരണം. നാം പാടുന്ന പാട്ടല്ല വിഷയം, ആരാധനയാ വിഷയം. ഹൃദയംഗമായി കർത്താവേ എനിക്ക് നിന്നെ ഒന്ന് കാണണം. അങ്ങനെ ആകുമ്പോൾ നമ്മൾ ഈ ഒരു പാട്ട് പാടാം. ആരംഭത്തിൽ പാടുക, സന്നിധിയിൽ വസിച്ചോട്ടെ പാദങ്ങൾ ചുംബിച്ചോട്ടെ, ഓ സന്നിധിയിൽ വസിച്ചോട്ടെ, പാദങ്ങൾ ചുംബിച്ചോട്ടെ, ആരാധ്യൻ യേശുപരാ, വണങ്ങുന്നു ഞാൻ പ്രിയനേ, തേജസ്സേഴും നിൻമുഖമൻ ഹൃദയത്തിനാനന്ദമേ, തേജസ്സേഴും നിൻമുഖമൻ ഹൃദയത്തിനാനന്ദമേ. വാതിൽ തുറന്ന് അടുത്തേക്കേറി അവനെ ഒന്ന് കണ്ടാൽ ഞാൻ എന്തുവാ കാണുന്നത്? തേജസ് എഴുന്ന നിന്റെ മുഖം. ഈ പകൽക്കാലം ആരാധനയ്ക്ക് യോഗ്യനായ ഇവിടെയുണ്ട്, അവനെ കാണാതെ പോകരുത്. അവനെ കണ്ടാൽ നിന്റെ ഹൃദയത്തിന്റെ അവസ്ഥയ്ക്ക് വ്യത്യാസം വരും. നീ തൃപ്തിയോടെ മടങ്ങുവാൻ ഇന്ന് പകൽക്കാലം എവിടെയാക്കും. ഹല്ലേലൂയ. യേശു ഉയരത്തിലേക്ക് നോക്കി. ഒരു സ്നേഹിതനോട് പിതാവിനോട് സംസാരിക്കുന്നത് പോലെ സ്വർഗത്തിൽ ഒരിക്കൽ ഒരു കൗൺസിൽ കൂടി, പിതാവും പുത്രനും. ഞാൻ ഒരാളുടെ വീട് വരെ പോവുക. ഞാൻ എൻ്റെ ആശയം പറയുന്നത്, നമുക്ക് പോകാം, എല്ലാം നമുക്കാണല്ലോ അതിനകത്തെല്ലാം, നമ്മൾ. അങ്ങനെ 3 പേരോട് ഇറങ്ങി. എൻ്റെ ആശയം, നിങ്ങൾ വേണമെങ്കിൽ ദൂതന്മാരായിരിക്കും, ഒരു കുഴപ്പമില്ല, ഞാൻ എൻ്റെ ആശയം പറയുന്നേ ഉള്ളൂ. 3 പേർ ഇറങ്ങി. എങ്ങോട്ടാ പോകുന്നത്? എനിക്കൊരു സ്നേഹിതനുണ്ട്, അവനോട് ഞാൻ ചില കാര്യം പറയുവാൻ പോവാ. വലിയ ഗെറ്റപ്പിലും സംസാരിക്കാനൊന്നും പോവല്ല, ചില കാര്യങ്ങൾ പറയുവാൻ, ഹൃദയത്തിൽ നിന്ന് വരുന്ന കാര്യങ്ങൾ. അങ്ങനെ ഇരിക്കുമ്പോൾ 3 പേർ ഇറങ്ങി. ഇങ്ങനെ അധികാലത്തെ പോകുമ്പോൾ അധികാലത്തെ എഴുന്നേൽക്കുന്ന ഒരു അപ്പച്ചൻ അവിടെ ഉണ്ട്. ഞാൻ അങ്ങോട്ട് പോകുന്നില്ല, പോട്ടെ. അധികാലത്തെ എഴുന്നേൽക്കുന്ന ഒരു അപ്പച്ചനുണ്ട്. അപ്പച്ചൻ എവിടെ ആയിരിക്കുന്നത്? കട്ടിലയിൽ കിടന്ന് സൂം കാണുക. പാസ്റ്റർക്കും തൃപ്തി, എനിക്കും തൃപ്തി, അങ്ങേർക്കും തൃപ്തി. ഈ അങ്ങേരാതെന്ന് ഞാൻ പറയത്തില്ല. കട്ടിലേക്ക് എത്ര പറഞ്ഞാലും ക്യാമറ ഓൺ ചെയ്യാത്ത, അയ്യോ സ്തോത്രം, ഒന്നുമില്ല. അപ്പൊ പിള്ളേരും പെരുങ്ങണിയൊക്കെ ഉള്ളവരുണ്ട് അവിടെ, അതുകൊണ്ട് എനിക്കറിയാം. സ്തോത്രം. ഇവിടെ അച്ചായൻ വന്ന്, അപ്പച്ചൻ അച്ചായനാണോ? അപ്പച്ചൻ ആയിക്കോട്ടെ. അപ്പച്ചൻ വന്നിരിക്കുന്നത് എവിടാ? വാതിൽക്കൽ.
പുതുനിയമത്തിൽ ഒരാളുണ്ട് വാദിക്കിയിരിക്കുന്നത്. നിങ്ങൾ പറയുന്ന ആളല്ല, അത് ജനലിന്റെ വാതിക്കലല്ലോ, ഇത് കഥയിന്റെ വാതിക്കല. മകൻ മടങ്ങി വരുന്നത്. നാം അതുകൊണ്ടല്ലേ, അവൻ അവിടെ ഇരുന്നുകൊണ്ടല്ലേ നാം അകത്ത് കയറുന്നത്. അപ്പൊ ഞാൻ നിന്നെ മകനെന്ന് വിളിക്കാൻ യോഗ്യനല്ലെന്ന് പറയാൻ അപ്പനെ ഒന്ന് കാണണ്ടായോ? നാം ദൈവ സാന്നിധ്യത്തിൽ നിന്ന് മാറിപ്പോകുമ്പോഴും നമ്മെ വെയിറ്റ് ചെയ്തിരിക്കുന്ന അപ്പനുണ്ടെന്ന് മനസ്സിലാക്കാമോ? വാതിക്കയിരിക്കുക. പോയ അന്നു മുതൽ അവന് പുറകെ പോയില്ലെങ്കിലും വാതിക്കയിരിക്കുക. ഇവനറിയാം ഒരിക്കൽ അവൻ മടങ്ങി വരും. അതുകൊണ്ടല്ലേ ഇന്ന് ആലയത്തിനുള്ളിൽ വന്നത്. പ്രൈസ് ദി ലോർഡ്. ഏത് സമുദായത്തിലോ ഏതോ മതത്തിലോ അതല്ല വിഷയം. നിന്നെ സ്നേഹിക്കുന്നവൻ നിന്നെ വിളിച്ചു കയറ്റുക. സ്തോത്രം. ഇവൻ വാതിൽക്കൽ, മമ്രേ തോപ്പിൽ കൂടാര വാതിൽക്കൽ. 3 പേര് പോകുന്നു. ഹലോ, ഹായ്. നമ്മളൊക്കെ ആണെങ്കിൽ പരിചയമില്ലാത്ത ആരും വീട്ടിൽ കയറ്റുമോ? പരിചയം ഉള്ളവരെ കയറ്റുമോ? പിന്നെ ഇല്ലാത്ത. ഒരു ദിവസം പറയാം, ഞങ്ങളൊക്കെ ദേവദാസന്മാർ, ഞങ്ങളിത് കണ്ടവരായി പറയുന്നു. എന്തുവാ? അതുകൊണ്ട് പോകുമ്പം ഇവൻ ഇവിടുന്ന് എഴുന്നേറ്റ് ഓടിച്ചെന്നു. പുതുനിയമം പറയുന്ന ആൾ ആരെന്ന് അറിയാതെന്നാ പറയുന്നത്. ഓ, എത്ര ആദതേയത്വം അത് തന്നെ ഉള്ള ഒരു മനുഷ്യനെന്ന് അറിയാമോ? ഇവര് കണ്ടെങ്കിലും പഠിക്കണം. ആചാര്യ പറയുന്ന പോലെ ഒന്നേ കണ്ടുപിടി, അല്ലെങ്കിൽ കേട്ടുപിടി, അല്ലെങ്കിൽ പോയി പടി എന്ന് പറഞ്ഞ പോലെ. എത്ര മര്യാദയുള്ള ദൈവഭക്തന്മാർക്ക് അങ്ങനെയൊക്കെ വരും. ഇവർ ഈ ദൈവമക്കൾ എന്ന് പറയുമ്പോൾ ദൈവീകമായ ഉയരത്തിലെ ജ്ഞാനമാണ് കിട്ടുന്നത്. ഇപ്പൊ ഡീസൻസി ഒന്നും അവിടെ ആരും ചെയ്യണ്ട. ഇവർ ആരുകൂടെയാ? ദൈവത്തിന്റെ സ്നേഹിതനോടെ കാര്യം പറയാനാണ് വന്നത്. വന്നുണ്ടപ്പോ സാഷ്ടാംഗം അങ്ങ് വീണു. അങ്ങനെ ഉള്ളപ്പോഴാണ് ഈ പാട്ട് പാടിയപ്പോ എന്തുവാ, സന്നിധിയിൽ വച്ചൊരു പാദങ്ങൾ കുമ്പിളിട്ടെന്ന് പറഞ്ഞു. ഈ സാഷ്ടാംഗം വീണ വ്യക്തി ആരാ? കൂടാരത്തിൽ പാർക്കുന്നവൻ, ഇല്ലയോ? ഞങ്ങൾ ഡൽഹിയിലൊക്കെ ഞങ്ങൾക്ക് പ്രവർത്തനമുണ്ട്. എന്തുവാ, ജുഗ്ഗി എന്ന് പറയും ഇംഗ്ലീഷില്. അല്ല, ഇംഗ്ലീഷല്ല, ഹിന്ദിയാണല്ലേ. ചെന്റ്. അവിടുന്ന് സാധാരണ വലിയ കസാറയിരിക്കുന്നതൊന്നും പോകാറില്ല. അവർക്കൊക്കെ മലയാളം പറയുന്നവര്, അതും നല്ല ഗവൺമെന്റ് ജോലിക്കാരെയൊക്കെ മതി. കർത്താവ് ഞങ്ങളെയൊക്കെ വിളിച്ചത് അതുപോലെ ജുഗ്ഗിയിലും ജോപ്ലിയിലും കുഷ്ഠരോഗി എടുത്തും പോകാൻ വേണ്ടിയാണ്. അപ്പൊ അവർക്ക് വലിയ സമൂഹത്തിൽ എന്തില്ല. പക്ഷെ ഈ അബ്രഹാം അങ്ങനെയാണെന്ന് നിങ്ങൾ വിചാരിക്കരുത്. വീട്ടിൽ ജനിച്ച, റിക്രൂട്ട് ചെയ്ത് കൊണ്ടുവന്നല്ല. നിങ്ങൾ മനസ്സിലാകുന്നു? ആഡ് കൊടുത്ത് ആൾക്കാർ വന്നു. പിന്നെ ചെസ്റ്റും ഹൈറ്റും വെയിറ്റും ഒക്കെ നോക്കി തെരഞ്ഞെടുത്ത അഭ്യാസികളല്ലേ. പിന്നെയോ വീട്ടിൽ ജനിച്ച 318. പിന്നെ ജനിപ്പിച്ചവർ 2 കാണുന്നില്ലയോ? ഒരാൾക്ക് മനസ്സിലായില്ല. അപ്പൊ 318. പിന്നെ ഒരു വീട്ടിൽ ഒരു കൊച്ചിനെ ഉള്ളോ? ഒരു 10,000 1500 പേരുള്ളൊരു വീടായി കൂടാരത്തിൽ മാർക്കുന്നത് പുള്ളിയുടെ. ഒരു നല്ല സ്വതന്ത്രമൊന്നും പറഞ്ഞില്ല. നമുക്ക് ഒരു ടെന്റ് കൂടി കിട്ടിയാൽ പിന്നെ ആളങ്ങ് നിവരും. സ്വതന്ത്രം, ഒരു നല്ല സ്വതന്ത്രം പറയണേ. നിർത്താറായി, എനിക്കറിയാം, സമയമായി. അതുകൊണ്ട് നിങ്ങൾ മൗനമായിരിക്കും. പ്രൈസ് ദി ലോർഡ്. അപ്പോൾ കേട്ടോണേ. കഴിഞ്ഞ ദിവസം എന്നോട് ഈ ബോർഡുകാരൊരു കാര്യം പറഞ്ഞു. ഞാൻ ലാസ്റ്റ് പറയാം.
കുറച്ച് സമയം വേണമെങ്കിൽ എടുത്തോളാൻ പറഞ്ഞിട്ടുണ്ട് അവർ. അവർക്ക് എൻ്റെ പ്രസംഗം ഇഷ്ടപ്പെട്ടുകൊണ്ടായിരിക്കും. എനിവേ, ദൂത് പറഞ്ഞ് കേട്ടേ പോവുള്ളൂ. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. എവിടായിരുന്നു? ആ കൂടാരവാദി എന്തോ 1000, 1200, 1500 പേരുള്ള ഒരു വ്യക്തി അബ്രഹാംസ് ക്യാൻറ്റീൻ എന്നൊരു ക്യാൻറ്റീൻ ഉണ്ടെങ്കിൽ ബ്രേക്ക്ഫാസ്റ്റിന് എത്ര പേരാ നോക്കി, എത്ര ഇഡ്ഡലി ഉണ്ടാക്കും. ശരിയാ? ഈ ധനികൻ അവന്റെ കാൽക്കൽ വീണു. നീ നമ്മെ തന്നെ സമർപ്പിക്കപ്പെടുമ്പോഴാ ആരാധന വെളിപ്പെടുന്നത്. നിന്റെ സാഹചര്യമല്ല വിഷയം, അവനാ വിഷയം. അവനിവിടെ ഉണ്ടെങ്കിൽ ഞാൻ ആരുമല്ലെന്ന് നിനക്കൊന്ന് തോന്നിയാൽ അവിടെ ദൈവത്തിന്റെ സാന്നിധ്യം വെളിപ്പെടും. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്. ഇനി അകത്തേക്ക് വന്നു, ഞാൻ പെട്ടെന്ന് നിർത്താം. അകത്തേക്ക് വന്നു. ആസാരം ഇച്ചിരി വെള്ളം കൊണ്ടുവന്ന് കാലൊന്ന് കഴുകട്ടെ. അല്പം ഒരു മുറി അപ്പവും അല്പം ആഹാരം കഴിച്ചിട്ട് മറുപടി ആന്നോ തിന്നാൻ വന്നാന്ന് പറഞ്ഞ് ലക്ഷമായത്. അവന്റെ ആ താല്പര്യമാണ് പ്രോബ്ലം. എനിക്ക് ചില തരാൻ ആഗ്രഹമുണ്ട്. I have something to give you. അതിനായിട്ടാണ് നീ വന്നത്. ഇന്ന് കർത്താവിനോട് പറ, എനിക്ക് ചില തരാനുണ്ട്, അത് സ്വീകരിക്കാൻ നീ വന്നിരിക്കുന്നു. ഒന്ന്, അവന്റെ നാമത്തിന് തക്ക മഹത്വം. മഹത്വം കൊടുക്കുന്നവനെ മഹത്വീകരിക്കാൻ വിശ്വസ്തനാവൻ. പ്രൈസ് ദി ലോർഡ്. ഇത് പറഞ്ഞിട്ട് സാറാമ്മച്ചു അടുത്ത് പോയി എന്ത് പറയുന്നു? 3 നടങ്ങ്. നമുക്ക് അതെല്ലാം അറിയാവുന്ന കാര്യം. ഈ ഒരു മുറി അപ്പത്തിന് 3 നടങ്ങ് മാവ് വേണോ ചേർന്നെ? ഞങ്ങൾ ഡൽഹിയിൽ പോലും അങ്ങനൊന്നുമില്ല. ഒരു മുറി അപ്പത്തിന് 3 നടങ്ങ്. അപ്പൊ എന്തോ മുറിയാ? അപ്പൊ നിങ്ങൾ ഞാൻ ശ്രദ്ധിക്കണേ, ഈ സാറായോട് മാവ് എടുക്കാൻ വന്നിട്ട് ഇവനെ അങ്ങോട്ട് പോയി. അവിടെ പോയി നല്ലതിന് ഞാൻ പറയുന്നുള്ളൂ. ഇളയതും ഈ 318 ഒന്നിനെ വിട്ടാൽ പോരായിരുന്നു. അവര് കൊണ്ടുവരും. എന്തിനാ കൊണ്ടുവരും? യജമാനൻ വഴക്ക് പറയരുത്, ഒന്നാമത്. പിന്നെ ഈയിടെ ആരാണ്ട് അയലോക്കത്ത് കയറിയപ്പം കല്ലെറിഞ്ഞ് ഒരെണ്ണമുണ്ട്, മുട്ട് തല്ലി വിട്ടിച്ചതാ. ഇങ്ങനെയാ നടക്കുന്നത്. എടാ, നിനക്ക് അതിനെ പിടിച്ചോണ്ട് വരാൻ വയ്യായിരുന്നു എന്ന് ചോദിച്ചെങ്കിലോ? അതുകൊണ്ട് അവൻ തന്നെ പോയി കർത്താവിന് കൊടുക്കുന്നത് നല്ലത് കൊടുക്കണം. ഞാൻ അത്ര പറയുന്നുള്ളൂ. എൻ്റെ വിഷയം, തൊഴുത്തിൽ പോയി നല്ലതും പിടിച്ചു. ഇതുകൊണ്ട് ആരുടെ കൊടുത്തു? ബാല്യക്കാരന് വെക്കും. ഇത് ഉടനെ ഇത് അങ്ങോട്ട് പോയി എന്തുവാ ചിക്കൻ ബ്രസ്റ്റ് എടുത്തോണ്ട് വന്ന് ഇന്നാ കണ്ടിക്കണമെന്ന് പറഞ്ഞ പരിപാടിയൊന്നുമല്ല. ഫ്രഷിന്റെ കാര്യമല്ല, അതിന് തോലിരിക്കണം. ഒരു മൃഗത്തിന് തോലിരിച്ച് പാകം ചെയ്ത് മുറിച്ച് കണ്ടിക്കുമ്പോൾ ഒരു കുറഞ്ഞത് 2-3 മണിക്കൂറുണ്ടോ? എന്നിട്ട് പിന്നെ അതാ വിഷയം. അമ്മച്ചി റൊട്ടി ഉണ്ടാക്കുന്നു, ബാല്യക്കാര് നല്ല മണമുള്ള. നിനക്ക് സമയമുണ്ടെങ്കിൽ അവനും സമയമുണ്ട്. ഒരു സ്തോത്രം പറയാമോ? ഇതാരാ വ്യക്തി എന്നറിയാമോ? അഖിലാണ്ടത്തിന്റെ ഉടയവൻ. നമ്മൾ ദൈവത്തെക്കാൾ കൂടുതൽ ബിസി ആകരുത് കേട്ടോ.
ഒരു സ്വന്തം പറയണം, ഞാൻ പെതുക്കെ പോകുന്ന ദൂതല്ലെന്ന് പറയരുത്. ദൈവത്തെക്കാൾ കൂടുതൽ ബിസി ആകല്. അഖിലാണ്ടത്തിന്റെ ഉടയവന് ഒരു ഭക്തൻ കുറഞ്ഞത് ഞാൻ വിചാരിക്കുന്നത് 3-4 മണിക്കൂർ കൊടുത്താണ്. അതുവരെ ആൾ എവിടെ ഇരിക്കുക? കൂടാരവാതിൽക്കൽ തണലിരിക്കുക. എൻ്റെ ഭക്തനോട് എനിക്ക് ചില കാര്യം പറയാനുണ്ട്. പറയാൻ വന്നത് ചില കാര്യം ഭൂമിയിൽ ചെയ്യാൻ പോകുന്നു. ബൈബിൾ വാക്യമുണ്ടോ? ഞാൻ ചെയ്യുവാനിരിക്കുന്ന അബ്രഹാമിനോട് മറച്ചു വെക്കുമോ? ദൈവവും നാമുമായിട്ടുള്ള ബന്ധമായതിന്റെ വിഷയം പുത്രനും പിതാവുമായിട്ടുള്ള ബന്ധം പോലെയാ ദൈവവും നാമുമായിട്ടുള്ള ബന്ധം. അവൻ പബ്ലിക്കിനോട് ശിഷ്യന്മാരോട് സംസാരിച്ചു, പിതാവിനോട് പറഞ്ഞു. ഇത് പറയാൻ വന്നതാ ആരുടെ? സ്നേഹിതന്റെ അടുക്കൽ. എന്തുവാ? ഇവര് 3 പേരോട് ഇറങ്ങി. എൻ്റെ ഇടയ്ക്ക് കിടന്ന് ഞാൻ പിന്നെ പറയാം. ഇവര് 3 പേരോട് ഇറങ്ങിയിട്ട് 2 പേര് പറയാ, നിങ്ങൾ പോയി അവിടെ പോയി ദൂത് പറ. I want to spend some more time with my friend. മനസ്സിലായില്ല. നിങ്ങൾ മുമ്പോട്ട് വയ്ക്കോ. പക്ഷെ എനിക്കൊരു അല്പം കൂടെ എൻ്റെ സ്നേഹിതനോട് കൂടെ, നിനക്ക് അവനോടുകൂടെ സഹകരിക്കേണ്ടതിനേക്കാൾ കൂടുതൽ അവന് നിന്നോടുകൂടെ സഹകരിപ്പാൻ താല്പര്യമുണ്ട്. ഈ ദൂത് ഏറ്റെടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അതാമയാവായും ഇനി എന്നാരെയും കർത്താവ് വരുന്നു, ഇനി എന്നാ അദ്ദേഹം ബദലില്ല, എന്നും വരും അവരോട് കൂടെ സാന്നിധ്യത്തിന്. പ്രൈസ് ദി ലോർഡ്. അങ്ങനെയാണെങ്കിൽ ദൈവജനം ഒന്ന് കൂടി വരുമ്പോൾ അവരിവിടെ വരാൻ ആഗ്രഹിക്കുന്നു ഞാൻ പറഞ്ഞത്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. അവിടെ നിന്ന് ഇതൊക്കെ ആയാലും എൻ്റെ അബ്രഹാമെ ഞാൻ ചെറുത് പറയാൻ വന്നതാ. ബാക്കി നിങ്ങൾക്ക് അറിയാമല്ലോ. അവർ 2 പേരും ഒന്നിച്ച് നിന്നാണ് സംസാരിക്കുന്നത്. തുടങ്ങിയപ്പോൾ അല്പം അകലെയായിരുന്നു. അവിടെ വെച്ച് അതാണ് ആ സ്കിച്ചാൽ ബിഗ് വേർഡ്. 50 തുടങ്ങി, അറിയാമല്ലോ. 45 ആയപ്പോഴത്തേക്ക് ഒരു സ്റ്റെപ്പ് മുൻപോട്ട് വന്നു. ബൈബിൾ വായിച്ചു നോക്കിയാൽ അറിയാം. പിന്നെ അവൻ ഇച്ചിരി അടുത്തി എന്നാ പറയുന്നത്. ഇതൊക്കെ പറഞ്ഞാലും എനിക്ക് നിന്നോട് സംസാരിക്കാനുള്ള ഇതൊന്നുമില്ല. എന്നാലും 30 വീണ്ടും അബ്രഹാം അടുത്തു. ആസ്കിന്ന് നോക്കിലേക്ക് വരിക. സ്വതന്ത്രം പറയാമോ? അബ്രഹാം അടുത്തു. ഞാൻ ചോദിക്കുന്നേ, ഈ ദൈവത്തിന് അറിയത്തില്ലേ ആ പട്ടണത്തിന് എത്ര പേരാ ഉള്ളതെന്ന്? നമ്മളാണ് എന്ത് ചെയ്യും? എന്നെ മെനക്കെടുത്താ ചുമ്മാതെ എന്നെ എന്ത് ചെയ്താ? നീ 50 40 അവിടെ ആ 10 പോലുമില്ല. ഇത് ആദ്യമൊക്കെ പറയായിരുന്നെങ്കിലോ? അവരുമായിട്ടുള്ള അടുപ്പമായതിൻ്റെ വിഷയം. ഹി ജസ്റ്റ് വാണ്ട് ടു സ്പെൻഡ് ടൈം വിത്ത് ഹിസ് ഫ്രണ്ട് മോർ. ഒരു നല്ല സ്വാതന്ത്ര്യം പറഞ്ഞു. നിങ്ങൾ മനസ്സിലായില്ല? അത് ഇൻറ്റർസെസറി പ്രയർ എന്തുവായാലും ഞാൻ എൻ്റെ ഈ മെസ്സേജ് പറയാണ്, അവനോട് കൂടെ സ്പെൻഡ് ചെയ്യുക സമയം. ദാറ്റ്സ് ഓൾ. They were in a conversation. ഹൃദയം തുറന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും. അല്ലയോ? അതെ. അവർ പറയുക, അങ്ങോട്ടും ഇങ്ങോട്ടും പറയുക. ഇതിൻ്റെ ഇടയ്ക്ക് നടന്നൊരു കാര്യം പറയട്ടെ. ഇവന്റെ ഈ ഉത്സാഹവും ഇവന്റെ ഈ കാൽക്കൽ വീണതും ഇവന്റെ ഈ താല്പര്യവും ഇവന്റെ ആതിഥേയത്വവും ഇതെല്ലാം കണ്ടപ്പോൾ വന്നത് ഈ ഭൂമിയിൽ നടക്കാൻ പോകുന്നൊരു കാര്യം പറയാനാണെങ്കിലും, അബ്രഹാമേ, നിന്നോടുള്ളൊരു വാഗ്ദത്തം. ഇന്ന് പകരം ഈ ദൂതറ്റെടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അവൻ ഇവിടെ ഉണ്ടെങ്കിൽ നിന്നോട് പറഞ്ഞത് അവൻ പൂർത്തീകരിക്കും. അടുത്ത വർഷം ഞാൻ ഇതുവഴി വരും. ഇന്ന് പകൽ ദൈവാത്മാവിൽ ഞാൻ വിളിച്ചു പറയട്ടെ, ഇതൊരു ദൂതായിട്ട് എടുക്കുന്ന ആരെങ്കിലും ഉണ്ടോ? അടുത്ത വർഷം ഞാൻ ഇതുവഴി വരും. 25 വർഷം മുമ്പ് നിന്നോട് പറഞ്ഞ വാഗ്ദത്തം നിവർത്തിക്കാൻ പോവുക. എപ്പോഴാ പറഞ്ഞറിയാമോ? അവന്റെ ആ ഉത്സാഹവും അവന്റെ ആ താല്പര്യവും
അവന്റെ ആ സമർപ്പണവും അവന്റെ ഹൃദയത്തിന്റെ വാഞ്ചയുമെല്ലാം അറിഞ്ഞപ്പോൾ അവൻ അവിടെ പറയുക, നിന്നോടുള്ള വാഗ്ദത്വം. ഇന്ന് പകൽക്കാലം നീ ആലയത്തിൽ വന്നല്ല വിഷയം, നിന്റെ ഉത്സാഹമാണ് വിഷയം, ഇന്ന് അവനോടുള്ള താല്പര്യ വിഷയം, അവനോടുള്ള കണക്ഷനാ വിഷയം. ദൈവം അറിയിച്ചാൽ അടുത്ത ആഴ്ച കണ്ണുണ്ണി ചെയ്യും. എന്റെ ബാക്കിയുള്ള വിഷയം ഇതാ, എന്തുവാ പിതാവിനോട് പുത്രൻ പറഞ്ഞത്? 5 പോയിന്റുണ്ട്. ഇപ്പം പറഞ്ഞാൽ സമയമില്ല, ഉണ്ടോ? ഇല്ല. 5 പോയിന്റുണ്ട്. എന്തുവാ പിതാവ്? അപ്പൊ 17 വായിക്കണം. അപ്പൊ ഇപ്പൊ വായിക്കണ്ടേ? പിതാവിനോട് പുത്രൻ പറഞ്ഞതിന്റെ മാതൃക നമുക്ക് വേണ്ടിയുള്ളതാ. ഞാൻ അബ്രഹാമിന്റെ കാര്യം പറഞ്ഞെത്തട്ടെ. അബ്രഹാം ഒരിക്കൽ യുദ്ധത്തിന് പോയി. 5 രാജാക്കന്മാർ, 4 രാജാക്കന്മാർ 5 രാജാക്കന്മാരെ പരാജയപ്പെടുത്തി. ലോത്തിനെ കൊണ്ടുപോയി കുടുംബമായിട്ട്. ഇതിനു മുമ്പത്തെ കഥയാണ്. അന്ന് ഈ ആരുണ്ടായി? 318. നിങ്ങൾക്കറിയാമല്ലോ, ഒരു വ്യക്തിയാ തന്നെ പോയി ഈ 318 പേരെ കൊണ്ട് പോയി 5 രാജാക്കന്മാർ പരാജയപ്പെട്ടപ്പോൾ ഇവൻ ഒറ്റയ്ക്ക് പോയി വിജയം പ്രാപിച്ചു വന്നപ്പോൾ മാനുഷികമായിട്ട് ഒരു ഭയം അവൻ്റെ ഉള്ളിൽ വന്നു കാണുമോ ഇല്ലയോ? സാധ്യതയുണ്ട്. കാരണം ഇത് കുഞ്ഞുകളിയൊന്നുമല്ല. 4 രാജാക്കന്മാര് 5 രാജാക്കന്മാരെ പരാജയപ്പെടുത്തുക. അത്ര ശക്തന്മാരായ ആൾക്കാരെ ഇവൻ തോൽപ്പിച്ചിട്ട് വന്നു ഒരു ലോത്തിന് വേണ്ടി. മാനുഷികമായ നിലയിൽ അകാരണമായ ഭയം. ചിലപ്പോൾ നമുക്ക് ഒരു കാരണമില്ലാതെ ഭയം വരുമല്ലോ. മനസ്സിലാവുന്നുണ്ടോ? പലപ്പോഴും ഒരു ഭയം. കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ ദേവദാസ് എന്നെ വിളിച്ചു. പക്ഷേ കഴിഞ്ഞ ദിവസം ഞാൻ ഒരു സ്വപ്നം കണ്ടു. ഞാൻ എൻ്റെ സ്കൂട്ടറിൽ പോവുക, വെള്ള നിറമുള്ള ഒരു ബസ് വന്ന് എന്നെ ഇടിക്കുന്നു. ഞാൻ ആ ബസ്സിൻ്റെ കീഴിലായി. അവസാനം ഞാൻ പറയുന്നു, ദൈവമേ, എൻ്റെ ആത്മാവ് നിന്നെ ഏൽപ്പിക്കുക. അത് 2-3 ദിവസം കഴിഞ്ഞപ്പോൾ കാണുന്ന ബസ്സെല്ലാം വെള്ളയാണ്. പറഞ്ഞ മനസ്സിലായോ? ഇത് ആ ദേവദാസന്റെ കാര്യം മാത്രമാണോ? നമ്മൾ എത്രയോ പ്രാവശ്യം വെള്ളയാന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ ചോദിച്ചു, ദൈവം ഒരു കാര്യം ചെയ്ത് പ്രാർത്ഥിക്കാൻ വേണ്ടിയല്ലേ? ഓത്തോഹേ, ജോൺ മാലിക്കിന്റെ കാര്യം ഞാൻ പറഞ്ഞു. ഓത്തോഹേ, ഞാൻ പറഞ്ഞു, ദൈവം എന്തെങ്കിലും പറഞ്ഞ കർത്താവിന്റെ പേരിലേക്ക് ഇറങ്ങിയ ശുശ്രൂഷ ഇതുവരെ അവസാനിപ്പിച്ചിട്ടില്ല, എന്നെ കാണിച്ച് ഇനിയും ചെയ്യാൻ ബാക്കിയുള്ളൂ. പിന്നെ എന്തിനാ പേടിക്കുന്നത്? ഒരു സ്തോത്രം എന്ന് പറയാമോ? ദൈവം നിന്നോടൊരു കാര്യം പറഞ്ഞാൽ അത് ഈ ഭൂമിയിൽ നീ തികയ്ക്കാതെ വെള്ളയോ മഞ്ഞയോ കറുത്തോ പച്ചയോ വരണം. ഒരു നല്ല സ്തോത്രം പറഞ്ഞില്ല. ചിലരുടെ കണ്ണടച്ചാണ് ദർശനം കാണുന്ന കറുത്ത പൂച്ചയാ, അല്ലെങ്കിൽ കറുത്ത ആന. യേശുവിനെ കണ്ടെന്നൊന്ന് പറ, അതാ ദർശനം. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഒരു അനാവശ്യമായി അകാരണമായി എന്തിനാ ഭയപ്പെടുന്നത്? ദൈവം അടുത്തേക്ക് വന്നു. ഇതൊക്കെ പറഞ്ഞാലും ഞാൻ ഒരു കാര്യം പറയാം. അബ്രഹാമേ, ഞാൻ നിന്റെ പരിച. ഒന്ന് എഴുതേക്കാമോ? അബ്രഹാമേ, ഞാൻ നിന്റെ പരിച, അതിമഹത്തായ പ്രതിഫലം. എൻ്റെ മറ്റ് വിഷയം കൂടെ പറഞ്ഞെങ്കിലേ ഞാൻ കൺക്ലൂഡ് ചെയ്ത പാട്ട് വരത്തുള്ളൂ. എന്നാലും ആ പാട്ട് നിങ്ങൾ പറയുക.
ഈ ഭൂമിയിൽ ഒത്തിരി പേരുടെ മുമ്പാകെ വലിയ കാര്യങ്ങൾ ചെയ്യാൻ കഴിയും. നീ ആരെന്ന് അവനാ വിലയിരുത്തുന്നത്. തോന്നുന്നു പറയാമോ? ഒത്തിരി കാര്യങ്ങൾ പബ്ലിക്കിന് മുമ്പിൽ നിനക്ക് ചെയ്ത് ഷൈൻ ചെയ്യാൻ കഴിയും. അങ്ങേക്കരയിൽ ചെല്ലുമ്പോഴാ നീ ചെയ്ത് എന്താണെന്ന് അറിയുന്നത്. അവന്റെ സാന്നിധ്യം നഷ്ടപ്പെടുത്തി കളയരുത്. ഓ ഹല്ലേലൂയ. ഒരു നാൾ ഈ ദിവസങ്ങളൊന്നിൽ ഈ സാഹചര്യം മാറും. ഒരു നാൾ നശ്വര ലോകം വിട്ടു പിരിയും നാമതിവേഗം, ഒരു നാൾ നശ്വര ലോകം വിട്ടു പിരിയും നാമതിവേഗം, അങ്ങേ കരയിൽ നിന്നു നാം തിരിയെന്ന് കരയും. അമ്മേ, അങ്ങേ കരയിൽ നിന്നു
വീട്ടിൽ ചെന്നെത്തുന്നത് വരെ കൈക്ക് പിടിച്ച് നന്നായി നടത്തുന്നത്. ആ ഒരു ലൈൻ മാത്രം ശാന്തമായി സ്നേഹിതനോട് പോയി പറഞ്ഞാൽ, അവൻ പബ്ലിക്കിനോട്, ശിഷ്യന്മാരോട് സംസാരിച്ചു, പിതാവിനോട് പറഞ്ഞു, സ്നേഹിതരേവരും വെടിഞ്ഞ അതു യേശുവിനോട് പറഞ്ഞ. ഓ സ്നേഹിതർ വെടിഞ്ഞ അതു യേശുവിനോട് പറഞ്ഞ. സ്നേഹിതരില്ല കുരിശിൽ പെട്ട പാടുകളേഴും കരുത്താൻ. സ്നേഹിതരില്ല കുരിശിൽ പെട്ട പാടുകൾ കരുത്താൻ. ഓ നന്നായി നടത്തും വീട്ടിൽ ചേരും വരെയും. അവൻ നന്നായി നടത്തും വീട്ടിൽ ചേരും വരെയും. വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ. ഓ വരുവിൻ യേശുവിനരികിൽ, എത്ര നല്ലവൻ താൻ രുചിച്ചറികിൽ. കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. അവൻ എത്ര നല്ലവനാണെന്ന് രുചിച്ചറിയണമോ, അവന്റെ അടുക്കലേക്ക് അടുത്താ മതി. ദൂരെ മാറി നിൽക്കരുത്. കൂട്ടായ്മ അലക്ഷ്യമായി വിചാരിക്കരുത്. ആരാധന അലക്ഷ്യമാക്കരുത്. അവന്റെ അടുക്കലേക്ക് അടുക്ക്. അവൻ നല്ലവനാ. ഓ, he wants to spend time with you. നിന്നോട് കൂടെ അല്പസമയം സ്പെൻഡ് ചെയ്യുവാൻ അവൻ ആഗ്രഹമുണ്ട്. ദൂതന്മാര് മുൻപോട്ട് പോയി, പക്ഷെ എനിക്ക് എന്റെ സ്നേഹിതനുമായി സമയം സ്പെൻഡ് ചെയ്യുവാൻ ആഗ്രഹമുണ്ട്. അവൻ എന്നോട് പറയും, ഞാനത് ക്ഷമയോട് കേൾക്കും. എല്ലാ കണ്ണുകളും അടയട്ടെ. എന്തെങ്കിലും അവനോട് പറയാനുണ്ടോ? Come on, come on, come on. Do you have something to say to him? ചോദിക്കാനല്ല, പറയാൻ വല്ലതുമുണ്ടോ? അവൻ അതിന് വെയിറ്റ് ചെയ്യുക. എന്താ നിന്നെ ഇന്ന് വിട്ടുപിരിയാത്തത്? He wants to hear from you. Oh, എന്താണെന്നറിയാമോ? ഈ
മരുഭൂമിയാത്ത് നീ താളടിയാകുവാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല. വീട്ടിൽ ചെന്നെത്തുന്നത് വരെയും നന്നായി നടത്തുവാൻ അവൻ ആഗ്രഹമുണ്ട്. ദൈവമേ, അവന്റെ സാന്നിധ്യം നഷ്ടപ്പെടുത്തരുത്. ഈ ദിവസങ്ങളിലൊന്നിൽ അവൻ വരും. ഇതാ മനുഷ്യരോടുകൂടി ദൈവത്തിന്റെ കൂടാരം. എപ്പോഴും അവന്റെ സാന്നിധ്യത്തിൽ വസിക്കും. ഇത്ര ഭാഗ്യമുള്ള ഒരു ജനം അത് നമ്മളാ. പറയാമോ ദൈവത്തിന്റെ സ്തോത്രം? പ്രാർത്ഥിക്കാൻ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ അലക്സ് പ്രാർത്ഥന സഹായിച്ചാൽ. മാറ്റമില്ലാത്ത സ്വർഗീയ ശബ്ദം കാലവടികളെ കേൾപ്പിച്ച കൃപയ്ക്കായി സ്തോത്രം. ശക്തിയോടെടുത്ത് ഉപയോഗിച്ച കൃപയ്ക്കായി സ്തോത്രം. കർത്താവേ, നിന്റെ സാന്നിധ്യം ഇതുപോലെ കാലം അനുഭവിപ്പാൻ, നിന്റെ ശബ്ദം കേൾക്കുവാൻ അവിടുത്തെ കൃപയായി സ്തോത്രം. കർത്താവേ, നിന്നെ വിട്ടുപിരി ഞങ്ങൾക്കൊന്നും ചെയ്യുവാൻ ഞങ്ങളെ മറയ്ക്കുന്നവേ കർത്താവേ. ജോലിയിൽ പോകുമ്പോൾ വരുമ്പോൾ ഭവനത്തിലായിരിക്കുമ്പോൾ ജീവിതത്തിലെല്ലാ മണ്ഡലങ്ങളിലും നിന്റെ സാന്നിധ്യം ഞങ്ങളുടെ ജീവൻ ദൈവത്തിന്റെ മഹത്വമായി തീരുവാൻ കർത്താവേ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അബ്രഹാമിനെ പോലെ ഒരു സ്നേഹിതനെ പോലെ ഹൃദയം തുറന്ന് സംസാരിപ്പാൻ കർത്താവേ, ഹൃദയത്തുള്ള പകരുവാൻ കർത്താവേ അവിടുന്ന് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ നടക്കാൻ പോകുന്ന വിഷയങ്ങൾ ഇന്നേ ദിന ഭക്തന്മാരെ അറിയിക്കുന്നു. നീ ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവേ, നിന്റെ വരവേറ്റവും അടുത്തിരിക്കുന്ന കാലങ്ങളിൽ നിന്റെ സാന്നിധ്യം അനുഭവിച്ച് നിന്നെ ആഴമായി സ്നേഹിച്ച് ഞങ്ങളെ തന്നെ മുഴുവനായി സമർപ്പിച്ച് ഞങ്ങൾക്കുള്ളതിനെ മുഴുവനായി സമർപ്പിച്ച് കർത്താവിനെ ആഴമായി സ്നേഹിച്ചു മുന്നേറുവാൻ അവിടുന്ന് ഇടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. സമയാന്തോട്ടത്തെ കെട്ടിയാൽ തോട്ടം പോലെ പരിപാലിക്കണമേ. എല്ലാ സഹോദരന്മാർ സഹോദരിമാർ കുഞ്ഞുങ്ങളെ യേശുവിന്റെ രക്തം മുദ്രയിട്ട് കർത്താവെ പരിപാലിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒന്നുപോലെ നഷ്ടപ്പെട്ടു പോകരുതേ, ആരും പിന്മാറി പോകരുത് കർത്താവേ. പുതിയ പുതിയ ആത്മാക്കളെ ഒന്ന് മാനിക്കണമേ. സഭയുടെ നില വിശാലമാക്കണമേ. ശുശ്രൂഷിപ്പാൻ ദാസന്മാരെ അധികാരപ്പെടുത്തണമേ. അനുവദിക്കരുത്. സ്വർഗീയ നന്മകളും ഭൗതിക നന്മകളും ആരോഗ്യമായുസും സമാധാനവും സന്തോഷത്തെ അടിയങ്ങളെ അനുഗ്രഹിക്കണമേ. നാമത്തിന് ജനത്തെ അടിയൻ അനുഗ്രഹിക്കുന്നു. പിതാവിന്റെ പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ സമാജനങ്ങളെ അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. ഒരനുഗ്രഹമായ ദേശത്തുനിന്ന് ദൈവത്തിന്റെ മഹത്വമായി തിരുവാതിരയാക്കണമേ കർത്താവേ. ഹല്ലേലൂയ. പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. ഉപയോഗിച്ചല്ലോ ദൈവദാസനെ കുടുംബം അനുഗ്രഹിക്കണമേ. മറ്റ് ശുശ്രൂഷകന്മാരെ കുടുംബം അനുഗ്രഹിക്കണമേ. എല്ലാ പ്രിയപ്പെട്ടവരെ വീണ്ടും കരങ്ങളെ ഏൽപ്പിച്ച് സ്തോത്രം ചെയ്യുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് സ്തോത്രം. യേശു ക്രിസ്തുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോട് കേട്ട് ഉത്തരമലയുടെ സ്വർഗീയ പിതാവേ. 2 മിനിറ്റ് നേരത്തെ ഒന്നിരിക്കാമോ? പെട്ടെന്ന് വിട്ടേക്കാം. സെക്രട്ടറി ട്രഷറർ പെട്ടെന്ന് വന്നാട്ടെ. ഈ ഇയർ എൻഡിലെ ചില മീറ്റിങ്ങിൻ്റെ ഡേറ്റ്സ് ഒന്ന് പറയാൻ വേണ്ടി മാത്രമേ ഉള്ളൂ. പെട്ടെന്ന് വന്നാട്ടെ. സെക്രട്ടറി ട്രഷറർ വന്നാട്ടെ. അതായത് ഈ ഡിസംബറിലും ജനുവരിയിലും ചില ഡേറ്റ് നേരത്തെ അറിഞ്ഞാൽ നിങ്ങൾക്ക് അവധിയൊക്കെ എടുക്കാനുള്ള സാവകാശമുണ്ടല്ലോ. അതുകൊണ്ട് നേരത്തെ അറിയിക്കുന്നതേ ഉള്ളൂ. സഹായിക്കട്ടെ. പറഞ്ഞു. പ്രൈസ് ദി ലോർഡ്. ഞങ്ങൾ ഇന്നലെ രാവിലെ ബോർഡ് കൂടി തീരുമാനിച്ച ചില കാര്യങ്ങളാണ് പറയുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. കർത്താവ് വരുവാൻ താമസിച്ചാൽ ഈ ഡിസംബർ മാസം 26-ാം തീയതി മുതൽ 31-ാം തീയതി വരെ ഈ ചർച്ചിൽ ഫാസ്റ്റിംഗ് പ്രയർ ഉണ്ടായിരിക്കും. വാച്ച് നൈറ്റ് മീറ്റിങ്ങിനോടുകൂടെയാണ് അത് അവസാനിക്കുന്നത്. രണ്ടാമത്തെ വിഷയം ജാനുവരി 8, 2022 സൺഡേ സ്കൂളിൻ്റെ ആനിവേഴ്സറി ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ജാനുവരി 9 അടുത്ത വർഷം 2022 കമ്പൈൻഡ് വർഷിപ്പ് മീറ്റിങ്ങും അതിനോട് ചേർന്ന് ജനറൽ ബോഡിയും ഉണ്ടായിരിക്കും. ഡേറ്റൊക്കെ ഒന്ന് ജോലി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നേരത്തെ പറഞ്ഞതേ ഉള്ളൂ.
ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞൊരു വർഷക്കാലം ദൈവം നമ്മളെ അത്ഭുതകരമായി നടത്തിയല്ലോ. സഭ കാണിച്ച ഭൗതിക വിഷയങ്ങളിൽ സഭ കാണിച്ച എല്ലാ സ്നേഹ സാധനങ്ങൾക്കും നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ജോലിയുടെയൊക്കെയും പല പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും എല്ലാവരും എല്ലാ സഹകരണങ്ങൾക്കും ഞാൻ നന്ദി അറിയിക്കുകയാണ്. എന്നാൽ ഇയർ എൻഡ് കടന്നു വരുമ്പോൾ പലവിധമായ ചിലവുകൾ കടന്നു വരുന്നുണ്ട്. ഞാൻ പല പ്രോഗ്രാമുകൾ പറഞ്ഞല്ലോ, അതിനെല്ലാം ചിലവുകൾ ആവശ്യമുണ്ട്. അതുകൊണ്ട് നിങ്ങളാൽ കഴിയുന്ന രീതിയിൽ ഭൗതികമായി സഹായിക്കാനായി ഞാൻ ഒരു പ്രാവശ്യം കൂടെ അപേക്ഷിക്കുന്നു. ഇതുവരെയും കാണിച്ച എല്ലാ സ്നേഹ സാധനങ്ങൾക്കും നന്ദി പറഞ്ഞു ഒരു വാക്കും ചേർക്കും. ഞാനൊരു അപ്രിസിയേഷൻ പറയുകയാണ്. ഈ കഴിഞ്ഞ വർഷവും ഈ വർഷവും പാൻഡമിക് സമയത്ത് ഒത്തിരി പേർക്ക് ജോലി ഭൗതിക ഞെരുക്കമൊക്കെ വന്നെങ്കിലും സഭയോടുള്ള മധ്യത്തിൽ ആത്മാർത്ഥമായി പലരും സഹകരിച്ചു. യാതൊരു കുറവ് വരാതെ ദൈവം സഹായിച്ചു. നല്ല കാര്യമല്ലേ? നല്ല കാര്യമല്ലേ? ഞാൻ സഭയ്ക്ക് പ്രത്യേകിച്ച് അപ്രീഷിയേറ്റ് ചെയ്ത് നന്ദി പറയുന്നു. എന്നാൽ ഈ വർഷം അവസാനിക്കുമ്പോൾ പല കാര്യങ്ങളും ഉണ്ടല്ലോ, അതുകൊണ്ടാണ് ട്രഷാർ അഭിഷേകം പറഞ്ഞത്. സഭയ്ക്ക് വേണ്ടി കൊടുക്കേണ്ട, ദേവദാസന്മാർക്ക് കൊടുക്കേണ്ട ദൈവത്തിൻ്റെ നാമത്തിന് വേണ്ടി നിങ്ങൾ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യത്തക്കവണ്ണം ക്രമീകരിക്കും. ദൈവം നമ്മെ എല്ലാവരും സഹായിക്കട്ടെ. മിഷൻ ഫണ്ടിലൊക്കെ ദൈവം നിങ്ങൾ സഹായിക്കുന്ന എല്ലാറ്റിനായും നന്ദി. പിതാവേ, സ്വർഗീയ പിതാവേ, നിന്റെ നാമത്തിൽ ദിനത്തെ വീണ്ടും അനുഗ്രഹിക്കപ്പെട്ടൊരു കൂട്ടായ്മ ഇന്ന് പകൽ നൽകിയല്ലോ. നിന്റെ ജനം അങ്ങയുടെ വരവ് താമസിക്കുന്നുവെങ്കിൽ അടുത്തൊരാഴ്ചക്കാലം ജീവിപ്പാൻ ആവശ്യം ദൈവകൃപ എല്ലാവരിലും പകരണം. തിരുനാമം മഹത്വം എടുക്കും. പ്രാർത്ഥനയ്ക്ക് സ്വന്തം യേശുവിൻ ധന്യമുള്ള നാമത്തിൽ തന്നെ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പുത്രനായ യേശുവിൻ്റെ കൃപ, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും കാവലും നാം എല്ലാവരും ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ വിഷയം വന്നേക്കും കർത്താവിൻ്റെ വരവരെയും ഉണ്ടായിരിക്കുമാറാകട്ടെ. യേശു ക്രിസ്തു മുഖാന്തരം ഇന്ന് പകൽക്കാലം ചെയ്യുന്ന സ്തോത്രം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവ് അനുഗ്രഹിക്കേണ്ട അടുത്ത ബാച്ച് ഓൾറെഡി റെഡിയായി നിൽക്കുന്നവർ ഓടി വരും. നമുക്ക് ഓടി ഇറങ്ങാം. കർത്താവ് സഹായിക്കും.